കണ്ണൂർ വിഷൻ നേർരേഖയിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. നേർരേഖ എപ്പിസോഡിൽ ചർച്ച ചെയ്യുന്നത് നമ്മുടെ നവമാധ്യമങ്ങളാണ്. എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയാണ് ഇന്ന് സമൂഹത്തെ നയിക്കുന്നത്. ഏത് മനുഷ്യനും എവിടെ നമ്മൾ സഞ്ചരിച്ചാലും ചെറിയ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ സോഷ്യൽ മീഡിയയുടെ ഒരു പ്രഭാ വലയത്തിലാണുള്ളത്. ഓരോ വീട്ടിലെയും കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് ശരിക്ക് സോഷ്യൽ മീഡിയ ആണെന്ന്. അവരെ ഇൻഫ്ലുവൻസേഴ്സ് എന്നും വ്ളോഗേഴ്സ് എന്നും പല പേരിലും അറിയപ്പെടാറുണ്ട്. അവരുടെ ജീവിതം മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് ആഴത്തിൽ ഇറങ്ങിച്ചെന്ന ഒരു സമൂഹമായി അല്ലെങ്കിൽ ഒരു സംവിധാനമായി സോഷ്യൽ മീഡിയ മാറിക്കഴിഞ്ഞു. പണ്ട് നമുക്ക് അറിവ് നേടണമെങ്കിൽ അല്ലെങ്കിൽ നമ്മളെ ആരെങ്കിലും പ്രചോദനം നൽകണമെങ്കിൽ അല്ലെങ്കിൽ ആർക്കെങ്കിലും നമ്മളിൽ സ്വാധീനം ഉണ്ടാക്കണമെങ്കിൽ അത് മുതിർന്ന പൗരന്മാരായിരുന്നു. അധ്യാപകർ, പ്രഭാഷണം നടത്തുന്നവർ, കുടുംബത്തിൽ തന്നെ കാർന്നവന്മാരും മുത്തച്ഛന്മാരും മുതുമുത്തച്ഛന്മാരൊക്കെ ആയിരുന്നു നമുക്ക് ഉപദേശ നിർദ്ദേശങ്ങൾ നൽകിയിരുന്നത്. കാലം മാറിയപ്പോൾ എന്തായി? ഈ മുതിർന്നവർക്ക് പോലും ഉപദേശം നൽകാൻ കഴിയുന്ന തരത്തിൽ ചെറുപ്പക്കാർ വളർന്നു വന്നു. സാങ്കേതിക വിദ്യ വളർന്നു. അപ്പോൾ എന്ത് സംഭവിച്ചു? ഒരു വീട്ടിൽ ഒരു മനുഷ്യൻ എങ്ങനെ ചിന്തിക്കണം, അവൻ എന്ത് ഭക്ഷണം കഴിക്കണം, അവൻ എന്ത് വസ്ത്രം ധരിക്കണം, അവനൊരു സംഭവത്തോടുള്ള ഒരു വിഷയത്തോടുള്ള അവൻ്റെ കാഴ്ചപ്പാടുകൾ എന്തായിരിക്കണം എന്ന് തീരുമാനിക്കാൻ ഉതകുന്ന തരത്തിൽ സോഷ്യൽ മീഡിയ മനുഷ്യരിലേക്ക് ആഴ്ന്നിറങ്ങിക്കഴിഞ്ഞു. അപ്പോൾ എന്താണ് ഈ സംവിധാനത്തിൻ്റെ പ്രത്യേകതകൾ? ഇത് മുൻകാലങ്ങളിലൊക്കെ ആളുകൾ വെറും ജോലിക്ക് ചെയ്തിരുന്ന ഒരു തമാശക്ക് ഫോട്ടോ എടുക്കുക, വീഡിയോ എടുക്കുക, ഷെയർ ചെയ്യുക എന്നതിൽ തുടങ്ങി ഇന്ന് അതൊരു പ്രൊഫഷനായി മാറിയിരിക്കുന്നു. നമുക്കറിയാം, പഴയ കാലത്ത് അധ്വാനം എന്ന് പറഞ്ഞാൽ കഠിന അധ്വാനമാണ്. കല്ല് ചുമക്കുക, മണ്ണിനോടും മലയോടും എല്ലാം കർഷകരായി പൊരുതി വേണം നമുക്ക് പണം സമ്പാദിക്കാൻ ഒരു കാലത്ത്. പിന്നെ കമ്പ്യൂട്ടർ വന്നപ്പോൾ നമ്മളെല്ലാവരും ഭയന്നു തൊഴിലില്ലാതാകും. പിന്നെ കമ്പ്യൂട്ടർ വന്നു, പിന്നെ അതാ നവമാധ്യമ വിപ്ലവം തന്നെ വന്നു. ഇനി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലത്തേക്ക് നമ്മൾ സഞ്ചരിക്കുകയാണ്. ഇത്തരമൊരു സാഹചര്യത്തിലാണ് നേർരേഖ ആലോചിക്കുന്നത് ഇൻഫ്ലുവൻസേഴ്സും അതുപോലെ വ്ളോഗർമാരും അവരെന്താണെന്ന് അവരോട് തന്നെ ഒന്ന് ചോദിച്ചാലോ? അവർ വല്ലപ്പോഴും നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നതാണ്. അന്നേരം നമുക്ക് കിട്ടൂല്ലോ അവരെ. നമ്മൾ മറ്റുള്ള വീഡിയോകൾ കാണുക എന്നല്ലാതെ അവരെക്കുറിച്ച് അറിയാൻ ഒരവസരം പ്രേക്ഷകർക്ക് ഒരുക്കുക എന്നുള്ളതാണ് നേർരേഖ ലക്ഷ്യമിടുന്നത്. നിരവധി പേർ, നൂറുകണക്കിന് ആയിരക്കണക്കിന് യുവാക്കൾ ഈ രംഗത്ത് ഇപ്പോൾ സക്രിയ സാന്നിധ്യമാണ്. അതിൽ നിന്ന് ഒരു 3 പേരെ ഞങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിൽ 2 പേർ ദമ്പതിമാരാണ്. ഷാഫി, റഫ്സീന ബീഗം, അവർ 2 പേരും എത്തിയിട്ടുണ്ട്. അതുപോലെ വിഷ്ണു, വിനോദ്, 3 പേർ നമ്മോടൊപ്പം ചേരുകയാണ്. നമുക്കിവരിലൂടെ ഒന്ന് സഞ്ചരിക്കാം. പുതിയ കാലത്തിൻ്റെ പുതിയ രൂപങ്ങളിലേക്ക് നമുക്കൊന്ന് യാത്ര ചെയ്യാം. പ്രേക്ഷകർക്കും ഒപ്പം നിങ്ങൾ 3 പേർക്കും നേർരേഖയിലേക്ക് സ്വാഗതം. ഞാൻ ആരിൽ നിന്ന് എപ്പോഴും സ്ത്രീകൾക്കല്ലേ പ്രയോറിറ്റി കൊടുക്കേണ്ടത്? ഇപ്പം അങ്ങനെ ഒരു പ്രശ്നമുണ്ടല്ലോ. പണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടിൻ്റെ വാതിൽപ്പടിയിൽ നിന്ന് തട്ടം മാറ്റി ഒളിഞ്ഞു നോക്കിയിരുന്ന അമ്മമാരെയും പെങ്ങന്മാരെയും പുരുഷന്മാർക്ക് മുന്നിൽ നിൽക്കാൻ ഭയന്നിരുന്ന, വീട്ടിൻ്റെ ഉമ്മറപ്പടിയിലേക്ക് പോലും വരാതിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അവിടെയാണ് റഫ്സീന നമ്മുടെ ഒപ്പം വന്നത്. റഫ്സീന സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇപ്പോൾ എത്ര വർഷമായി? ഞാൻ 4 കൊല്ലമായി. എങ്ങനെയാണ് ഈ രംഗത്തേക്ക് വരുന്നത്? എന്തായിരുന്നു പ്രൊഫഷൻ? ആദ്യം ഞാൻ ഒരുപാട് ബിസിനസ്സും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തൊക്കെ ബിസിനസ് ചെയ്തു? ഹോട്ടൽ ഫീൽഡിലുണ്ടായിരുന്നു, പിന്നെ ഓൺലൈൻ ബിസിനസ് ഉണ്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിന് മുമ്പിലെ ഒരു മൾട്ടിമീഡിയ MLM ഉണ്ടായിരുന്നു, മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിൽ. അപ്പോൾ അതെല്ലാം ചെയ്ത് ലാസ്റ്റിലാണ്. എപ്പോഴാണ് ഈ ഒരു രംഗത്തേക്ക് ഒരു സ്റ്റെപ്പ് വെക്കുന്നത്? ഈ ഒരു രംഗത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ ശരിക്കും ഒരുപാട് സഫർ ചെയ്തിട്ടാണ് ഈ ഒരു പ്ലാറ്റ്ഫോം ഞാൻ ചൂസ് ചെയ്യുന്നത്. എന്താണ് അങ്ങനെ സഫറിങ്? എന്തായിരുന്നു അത്? ലൈഫിൽ ഒരുപാടുണ്ട്, പേഴ്സണലും ഉണ്ട്, ബിസിനസ്സിലും ഉണ്ട്. അങ്ങനെ പേഴ്സണലി ഒരുപാട് പ്രശ്നങ്ങൾ ഞാൻ നേരിട്ടിട്ടാണ് ഞാൻ ഇതിൽ വരാനുള്ള കാരണം. മെയിനായിട്ട് ഞാൻ ഇത് ചൂസ് ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞാൽ നമുക്കൊരു സമാധാനത്തിനാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ അത് പ്രൊഫഷണലായി. ശരിക്കും പറഞ്ഞാൽ ഇപ്പം നമ്മളെ ജീവിത മാർഗം എന്ന് പറയുന്നത് ഇതായി. എന്താണ് അതിൻ്റെ പേര്? നിങ്ങളുടെ ഈ സംവിധാനത്തിൻ്റെ പേരെന്താണ്? റഫ്സീന ബീഗം തന്നെയാണ്. റഫ്സീന ബീഗം എന്ന് തന്നെയാണ് താങ്കളുടെ. അതിനെന്താണ് പറയുക? ആ പ്രൊഫഷന് താങ്കൾ എന്താണ് പറയുക? വ്ളോഗേഴ്സ് എന്ന് പറയും, ഇൻഫ്ലുവൻസേഴ്സ് പറയും. താങ്കൾ ഏത് കാറ്റഗറിയിൽ പെടുന്നു? വ്ളോഗേഴ്സ് കാറ്റഗറിയിൽ തന്നെയാണ്. എന്തൊക്കെയാണ് വ്ളോഗ് ചെയ്യുന്നത്? വ്ളോഗിന് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ ഫുഡ് വ്ളോഗിങ് മാത്രമായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്. അത് കഴിഞ്ഞ് പിന്നെ ലൈഫ് സ്റ്റൈലും കൂടി സ്റ്റാർട്ട് ചെയ്ത്, ഇപ്പോൾ ട്രാവൽ, അപ്പം പിന്നെ പ്രൊമോഷൻസായി.
അപ്പോൾ മൊത്തത്തിൽ ഇപ്പം ഇപ്പൊ ചെയ്യുന്നത് ഏത് മേഖലയും കൈവെക്കും, കൈവെക്കും. റെഡിയാണ്, റെഡിയാണ്. എന്തിനും റെഡിയാണ്. എന്തിനും പിന്നെ താങ്കൾ പറഞ്ഞു നിർത്തിയെടുത്ത് ഒത്തിരി സഫർ ചെയ്തു എന്ന് പറഞ്ഞല്ലോ. ഒരു പെൺകുട്ടി അങ്ങനെ വന്നിരുന്ന് പറയുമ്പോൾ എന്താണ് സഫർ ചെയ്തതെന്ന് ഞാൻ ചോദിച്ചാൽ തെറ്റായി പോകും. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സഫറിങ്ങിൽ നിന്നാണ് താങ്കൾ ഈ രംഗത്തേക്ക് ചിലപ്പോൾ എത്തിയിട്ടുണ്ടാകുക. ഒന്നും സഫർ ചെയ്യാത്ത ഒരു റഫ്സീനെ ആണെങ്കിൽ ചിലപ്പം ഈ രംഗത്തേക്കേ വരില്ല, വേറൊരു രംഗത്തേക്കായിരിക്കും. ആ സഫറിങ്ങിനെ കുറിച്ച് നമ്മളോട് പങ്കുവെക്കാൻ പറ്റിയ ഒരനുഭവം ഒന്ന് പറയാൻ പറ്റുമോ? സഫറിങ്ങിൽ അത് ഭർത്താവിനെ നോക്കുകയാണ് അല്ലേ, ജീവിത പങ്കാളിയാണ് കൂടുതൽ, കുഴപ്പമാവും എന്നുള്ള നിനക്കാണോ നോക്കുന്നത്? എന്താ ഷാഫി, അങ്ങനെ ഒരു ബേജാറുണ്ടോ ഇവർക്ക്? അല്ല, പിന്നെ എല്ലാവർക്കും ഉള്ളൊരു ഫെയിം ആവണമെന്നുള്ള ആഗ്രഹമുള്ളവരുണ്ട് ഉള്ളിൽ. പക്ഷെ എങ്ങനെ ആവണം എന്നുള്ളത് ഒരു ഐഡിയ ഉണ്ടാവില്ല. അപ്പോൾ ആ സമയത്ത് പല ആൾക്കാരോടും ചോദിച്ചിട്ടുണ്ട്, എൻ്റെ വൈഫ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നമുക്ക് ഒരുമിച്ച് ഒരു എന്തെങ്കിലുമായിട്ട് ചെയ്താലോ. അപ്പോൾ ആ ലെവലിൽ കുറേ ആൾക്കാർ കുറച്ച് ഫെയിമായിട്ടുള്ള ആൾക്കാരുണ്ടാന്ന് ഈ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർ അവിടെ നിന്ന് റിജക്ഷനാണ് ഉണ്ടായിരുന്നത്. അവരെ കൂടെ ഒന്ന് ചെയ്യാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ ചോദിച്ചപ്പോൾ അവിടുന്ന് റിജക്ഷൻ. ആ റിജക്ഷൻ എന്തായി, അതാണ് കരുത്തായി മാറി. യെസ് ഒരു വാശിയായി മാറി അവിടുന്ന്. അങ്ങനെയാണ് സ്വന്തമായിട്ടൊരു ചാനൽ തുടങ്ങാം എന്നുള്ളൊരു രീതിയിൽ ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഒരു ചാനൽ തുടങ്ങിയത്. അപ്പോൾ ആ ചാനൽ എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട അത് വളർത്തിയെടുക്കാൻ എഫേർട്ട് ഉണ്ട്, ഇല്ലയെന്ന് പറയുന്നുണ്ട്, നല്ല എഫേർട്ട് ഉണ്ട്. ഏത് ചാനലായാലും നല്ല എഫേർട്ട് എടുത്തിട്ടാണ് ഇതുവരെ എത്തിയിട്ടുള്ളത്. അപ്പോൾ അതിൽ ആ യാത്രയിൽ പോകുമ്പോൾ ഞാനും വൈഫും പോകുമ്പോൾ വൈഫിനെ മാത്രം കുറച്ച് ആൾക്കാർ തിരിച്ചറിയുന്നു. അങ്ങനെ എനിക്കും തോന്നി. ചെറിയ കോംപ്ലക്സ് വർക്കൗട്ട് ചെയ്തോ? യെസ്, ചെറുതായിട്ട് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ എനിക്കും തോന്നി ആൾക്കാർ ഫെയിമായി കഴിഞ്ഞാൽ നമ്മളെയും തിരിച്ചറിയല്ലോ. എന്തായാലും ഫസ്റ്റുള്ള സപ്പോർട്ടിനേക്കാൾ കൂടുതൽ സപ്പോർട്ട് എനിക്ക് ചെയ്യാൻ പറ്റി അതിലൂടെ. അതിൽ ഞാനും ഇൻക്ലൂഡ് ആയതിനു ശേഷം ഷാഫി പറഞ്ഞോ നീ പണി നിർത്തിക്കോ, നീ അങ്ങനെ ഒറ്റക്ക് അങ്ങനെ ഫേമസ് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഇല്ല, ഫുൾ ബാക്ക് സപ്പോർട്ട് എൻ്റെ ഫാമിലി തന്നെയാണ്. ഷാഫിയും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഹസ്ബൻഡും ഫാമിലി തന്നെയാണ്. ഞാൻ ശരിക്കും പറഞ്ഞാൽ പിന്നെ വ്ളോഗിന്റെ പിന്നാമ്പറ നിൽക്കുന്ന ഒരാളായിരുന്നു. കാരണം വെച്ചാൽ ക്യാമറ ആയാലും എഡിറ്റിംഗ് ആയാലും പറയുന്ന ഡയലോഗ് പോലും എൻ്റെതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് ഇതുവരെ ആ ലെവലിലേക്ക് എത്തുമ്പോൾ എനിക്കും എന്തുകൊണ്ട് ചെയ്തുകൂടാ എന്നുള്ളൊരു രീതിയിലേക്ക് വന്നു. അങ്ങനെയാണ് ഞാനും ഇതിലേക്ക് ഇറങ്ങിയത്. ഇതിലേക്ക് ഇറങ്ങിയതിന് ശേഷം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും കൂടി ഊർജം കൂടി എന്ന് പറയാം. എനർജി ലെവൽ മാറിക്കഴിഞ്ഞു. രണ്ടുപേരും കൂടി ആകുമ്പോൾ അതൊരു ഒന്നും കൂടി സ്ട്രെങ്ത് ആയി. നമുക്കൊന്ന് വിഷ്ണുവിനോട് വിഷ്ണു, എത്ര വർഷമായി ഈ രംഗത്ത്? ഇപ്പം ഒരു 7 വർഷത്തോളം പഠനത്തോട് കൂടെ തന്നെയായിരുന്നു. ഏതാണ് ചെയ്തത്? ഞാൻ +2 കഴിഞ്ഞു, ഡിപ്ലോമ എടുത്തു. അപ്പൊ അതിന്റെ കൂടെ തന്നെ വ്ളോഗിങ് സ്റ്റാർട്ട് ചെയ്തു. എപ്പോഴാണ് വ്ളോഗിങ്? 2018. ആദ്യം ഇത് ഈ വ്ളോഗറായി മാറാനുള്ള ഒരു ചിന്ത, ഒരു തോന്നൽ എപ്പോഴാണ്, എങ്ങനെയാണ് ഉണ്ടായത്? എന്നുവെച്ചാൽ മെയിനായിട്ട് ട്രാവൽ ചെയ്യാൻ ഇഷ്ടമായിരുന്നു. അപ്പോൾ ആ സമയത്ത് കയ്യിൽ ഫോണില്ല, വണ്ടിയില്ല. ട്രാവൽ ചെയ്യണമെങ്കിൽ വീഡിയോ എടുക്കണമെങ്കിൽ ഫോണോ ക്യാമറ എന്തെങ്കിലും ഒന്ന് വേണം. ഇതൊന്നുമില്ല. അപ്പോൾ ഫ്രണ്ടിൻ്റെ ഫോണിൽ വീഡിയോസ് എടുത്ത് തുടങ്ങി. അവൻ്റെ ഫ്രണ്ടിൻ്റെ ഫോണിൽ വീഡിയോസ് എടുത്ത് നമ്മൾ സൂചിപ്പാറ വാട്ടർഫോൾ വയനാട് അവിടെ പോയി വീഡിയോസ് എടുത്ത് തുടങ്ങി. വയനാട് ഒരു ദിവസം പോയാൽ തന്നെ കുറേ വീഡിയോസ് എടുക്കും. അപ്പോൾ അവൻ്റെ വീട്ടിൽ നിന്ന് അവൻ്റെ ലാപ്പിലാണ് എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആ വീഡിയോ അത്യാവശ്യം റീച്ചായി. ആ സമയത്ത് വാണ്ടറിങ് വ്ളോഗർ എന്നായിരുന്നു ഇതിൻ്റെ പേര്, വാണ്ടറിങ് വ്ളോഗേഴ്സ്. നമ്മൾ 3-4 ആൾക്കാരുണ്ട്. അപ്പോൾ ആ സമയത്ത് ഫുഡും ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എങ്ങനെയെങ്കിലും കുറച്ച് ആൾക്കാർ അറിയണം, ആ ഫെയിം ഇല്ല. സ്റ്റാർട്ടിങ്ങിൽ പണത്തിന് ഇല്ല, എന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടത്തോടെ ചെയ്യും. അറിയണം എന്നൊരു തോന്നല് എപ്പോഴാണ് മനസ്സിലുണ്ടാകുന്നത്? ഇപ്പൊ നമുക്ക് എന്നെ കുറച്ച് ആൾ അറിയണം എന്നൊരു തോന്നല് എനിക്ക് തോന്നുന്നു ഒരു ലൈഫേ ഉള്ളൂ. മരിക്കുന്നതിനേക്കാളും മുന്നേ എല്ലാ ആൾക്കാരും ഒന്ന് അറിയണം. കുറച്ച് ആൾക്ക് ഇങ്ങനെ നമ്മളെ അറിയാം. എന്താണ് എല്ലാവരും അറിഞ്ഞാലുള്ള ബെനിഫിറ്റ് എന്താ? അല്ല, ഇങ്ങനെ ഒരാളുണ്ട്. കാരണം നമ്മളിപ്പോൾ യൂട്യൂബിൽ വീഡിയോ ഇട്ടാൽ യൂട്യൂബ് ഉള്ളിടത്തോളം കാലം നമ്മളെ ആൾക്കാർ അറിയുന്നത്. ഞാനിപ്പോൾ ഇന്ന് മരിച്ചാൽ നാളെയും ആൾക്കാർ ഇങ്ങനെ ഒരാളുണ്ട്. അതെ, യൂട്യൂബ് ഉള്ളിടത്തോളം കാലം നമുക്ക് എപ്പം വേണമെങ്കിൽ ആ വീഡിയോ. അപ്പൊ പ്രശസ്തനാകണം എന്ന് എപ്പം മുതലേ ഇങ്ങനെ പ്രശസ്തിയെ? അപ്പൊ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ എന്തെങ്കിലും? സ്കൂളില് +2 സമയത്ത് അസാപ്പിൽ, ആ സമയത്ത് ക്ലാസ്സിലും കോളേജിലും എവിടെയാണെങ്കിലും കുറച്ച് നമ്മളെ പറ്റി അറിയണം എന്നുള്ള മൈൻഡിൽ തന്നെ. അല്ല, നല്ല കാര്യങ്ങളാണ്. സ്കൂളിൽ പഠിക്കുമ്പോൾ എങ്ങനെയാ അറിഞ്ഞത് പ്രശസ്തി? എങ്ങനെ ഉണ്ടായത്? സ്കൂളിൽ പഠിക്കുമല്ലോ, ഒരു +1 +2 കാലഘട്ടത്തിൽ സിനിമയിൽ അഭിനയിക്കണം ആഗ്രഹമുണ്ട്. അപ്പോൾ ഷോർട്ട് ഫിലിം ക്ലബ്ബ് രൂപീകരിച്ചു. ഞാൻ പഠിക്കുന്ന ആ സമയത്താണ്. ഞാൻ അതിന് സെക്രട്ടറി. ഏത് സ്കൂളായിരുന്നു? ചുണ്ടങ്ങാപ്പൽ സ്കൂളിലായിരുന്നു.
5 മൈൽ എവിടെയാ താമസം? എവിടെയാ വീട്? എവിടെയാ? മാനന്തേരിയാണ് സ്ഥലം. മാനന്തേരിയിൽ നിന്ന് ചുണ്ടക്കാപ്പൊയിൽ വന്നാണ് പഠിക്കുന്നത്. ഞാൻ അത്രയും ദൂരെയുള്ള കതിരൂര് ഏതാണത്? 16, 17 ആ ഒരു കാലം. അതൊക്കെ സമാധാനമുള്ള കാലഘട്ടം, അതിന് കുഴപ്പമില്ല. കാരണം ചുണ്ടക്കാപ്പൊയിൽ സ്കൂൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഡയമണ്ട് മുക്കി കതിരൂരൊക്കെ കടന്നു വരണം. പക്ഷെ ഞാൻ പഠിക്കുമ്പോൾ ആ ഒരു പ്രശ്നമോ കാര്യങ്ങളോ സമാധാനമുള്ള സ്ഥലമായിരുന്നു. ഞാൻ കുറച്ചും കൂടി വീടിന്റെ അടുത്തുള്ള ഒരു സ്ഥലം ചിറ്റേപ്പറമ്പ് അടുത്തുണ്ട്, ഒരു സ്ഥലത്തും കൊടുത്തില്ല. അതെന്തുകൊണ്ടാണ് കൊടുക്കായിരുന്നത്? കാരണം ഞാൻ തൊക്കിലാണ്ടി സ്കൂളിലാണ് അതിന് മുന്നേ പഠിച്ചു. 12 വർഷം അവിടെ പഠിച്ചിട്ടും ഒരു വീണ്ടും അടുത്ത് തന്നെ ആകണ്ട. ഞാൻ കതിരൂര് അതേപോലെ വേങ്ങാട് ദൂരെയുള്ള സ്ഥലങ്ങളിൽ മാത്രം. 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ തന്നെ കുറച്ച് ഹൈ ലെവലിൽ ചിന്തിക്കാൻ തുടങ്ങി. യാത്ര അന്നേരെ ആഗ്രഹം തോന്നി? അന്നേരം ഫ്രണ്ട്സാണ്, നാട്ടിലെ ഫ്രണ്ട്സിന്റെ കൂടെ ആയിരുന്നു ട്രാവൽ ചെയ്തുകൊണ്ടിരുന്നത്. പണ്ട് തൊട്ടിട്ട്, അതായത് എനിക്ക് തോന്നുന്നു ഒരു 14-15 വയസ്സ് തൊട്ടിട്ട് ട്രാവൽ ഉണ്ട്. അതായത് നമുക്ക് ഏറ്റവും അടുത്തുള്ള വയനാടാണ്. വയനാട് പോവുക, മാക്സിമം എക്സ്പ്ലോർ ചെയ്യാൻ വരിക. അപ്പോൾ ആ സമയത്ത് സ്റ്റാർട്ട് ചെയ്ത് അത് കഴിഞ്ഞ് 2019 ബാംഗ്ലൂർ വർക്ക് ചെയ്യുക, ഹാർഡ്വെയർ നെറ്റ്വർക്ക് എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യാൻ തന്നെ. അവിടുന്ന് ഒരു വർഷത്തോളം വർക്ക് ചെയ്ത് കറക്റ്റ് ടൈം കൊറോണ വന്ന്. എനിക്ക് ആ സമയത്ത് ഞാൻ വീട്ടിൽ വിളിച്ചു പറഞ്ഞു, എന്നെ കൊണ്ട് പറ്റുന്ന പണിയല്ല, രാവിലെ പോയി വൈകുന്നേരം വരുന്ന പണി എന്നെ കൊണ്ട് ഒരിക്കലും പറ്റൂല. അതെ, ആ സമയത്ത് കറക്റ്റ് കൊറോണ വന്നു. എല്ലാവർക്കും അത് എത്രത്തോളം മോശമാണെന്ന് എനിക്കറിയില്ല, പക്ഷെ എനിക്കത് കൊറോണ ഗുണം ചെയ്തു. പുതിയ ലോകം തുറന്നു കിട്ടി. അതെ. റഫ്സീന, ഒരു ചോദ്യം. ഈ ഫസ്റ്റ് തുടങ്ങിയത് താങ്കൾ എവിടെയാണ് പഠിച്ചത്? ഞാൻ ചിന്മയ വിദ്യാലയം. ചിന്മയ വിദ്യാലയം. അപ്പോൾ മാതാപിതാക്കളൊക്കെ ഇവിടെ തന്നെയാണോ? താണക്ക് എവിടെയാ ശരിക്കും വീട്? ഞാൻ താഴത്തെരുവാണ് വീട്. താഴത്തെരു. അപ്പം ചിന്മയിലെ വിദ്യാഭ്യാസത്തിന് ശേഷം പിന്നെ എങ്ങോട്ടാണ്? ചിന്മയിലെ വിദ്യാഭ്യാസത്തിന് ശേഷം ഞാൻ ഫാഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലായിരുന്നു പഠിച്ചത്. അത് കഴിഞ്ഞ പാട് കല്യാണം കഴിഞ്ഞു. പഠനം കഴിഞ്ഞ പാട് തന്നെ? പഠനം കഴിഞ്ഞിട്ടില്ല, പഠനം പഠിച്ചുകൊണ്ട് തന്നെ. ഞാൻ 18 വയസ്സാകുമ്പോൾ തന്നെ എൻ്റെ കല്യാണം കഴിഞ്ഞു. ഈ ഫാഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചിട്ട് ഫാഷൻ രംഗത്തേക്ക് പോയായിരുന്നു? ഇല്ല. എന്തുകൊണ്ടാണ് ഫാഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കാനുള്ള സാഹചര്യം എങ്ങനെ ഉണ്ടായത്? എനിക്ക് ഫാഷനോട് ആദ്യമേ ഭയങ്കര ഇഷ്ടമാണ്. കാരണം നമ്മൾ പണ്ടത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞ പോലെ മുസ്ലിംസ് അങ്ങനെ മുസ്ലിംസ് അല്ല, പണ്ടത്തെ കാലത്ത് പുറത്തേക്ക് വരാനും എല്ലാം കുറച്ചൊരു മടിക്കുന്ന ടൈമാണ്. മുസ്ലിംസ് പറഞ്ഞപ്പോൾ ഒരു ബേജാറ് വന്ന എന്താ റഫ്സീന? അയ്യോ, അങ്ങനല്ല, ഭയങ്കര ഫ്രണ്ട്ലി ആണ്. ഏറ്റവും നമുക്ക് എന്താ പറയാ, സേഫ് ആയിട്ടുള്ള ഒരു മതം തന്നെയാണ്. അതൊരിക്കലും ഞാൻ അല്ലാന്ന് പറയുന്നത്. അല്ല, അങ്ങനല്ല. അല്ല, പണ്ടത്തെ കാലത്തുള്ള ആൾക്കാർ എന്ന് പറഞ്ഞാല് മുസ്ലിംസ് പെൺകുട്ടികൾ കൂടുതലായിട്ട് പുറത്തേക്ക് വിടൂല. 10th കഴിഞ്ഞ കല്യാണം കഴിഞ്ഞ് വീട്ടിലിരുന്ന്, അതാണ് സിസ്റ്റം. അപ്പോൾ അതിന്ന് കുറച്ചും ആ സമയത്തും എനിക്ക് ഫാഷൻ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഉപ്പ ഫുൾ സപ്പോർട്ട് ആണെങ്കിലും ഉപ്പ ആദ്യമേ പറഞ്ഞു, നീ പഠിച്ചോ, പക്ഷെ ജോബിന് നീ പ്രതീക്ഷിക്കണ്ട. ഉപ്പ ആ സമയത്ത് എന്ന് പറഞ്ഞാൽ ഉപ്പ വലിയൊരു ബിസിനസ് മാനാണ്, എനിക്കതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അങ്ങനല്ല, ജോലി ചെയ്യണ്ട മോള് പഠിച്ചോ, നിനക്ക് ഇഷ്ടമുള്ളതെല്ലാം ചെയ്യാം, പക്ഷെ ഒരു പൈസ ഉണ്ടാക്കേണ്ട ഒരു ഇതിൽ പുറത്തേക്ക്. ഞാൻ മെഹന്തി ഡിസൈനറും കൂടിയാണ്, മെഹന്തി ആർട്ടിസ്റ്റാണ്. ഫാഷൻ ഡിസൈനിങ്, മെഹന്തി ആർട്ടിസ്റ്റ്, പിന്നെ ബിസിനസ്സുകാരിയായി അതിൻ്റെ ഇടയ്ക്ക്. അല്ല, അപ്പം മെഹന്തി ഞാൻ ഇട്ട് കൊടുക്കും, പക്ഷെ എല്ലാവർക്കും ഫ്രീ ആയിട്ടായിരുന്നു അന്നേരം ഇട്ട് കൊടുക്കൽ. അതായത് ഉപ്പ പൈസ വാങ്ങിക്കാൻ വിടൂല. ഇന്ന് ഭയങ്കര പൈസ കിട്ടുന്ന ഒരു മേഖലയല്ലേ? അതെ, ഇപ്പം ഭയങ്കര പൈസ കിട്ടുന്നത്. പക്ഷെ ആ സമയത്ത് എന്ന് പറഞ്ഞാൽ ഓരോ കല്യാണത്തിൻ്റെ ആൾക്കാർ, ചില ആൾക്കാർ എൻ്റെ വീട്ടിലേക്ക് തന്നെ വരും, ചില ആൾക്കാർക്ക് ഞാൻ അങ്ങോട്ടേക്ക് പോയിട്ട് കൊടുക്കും. പക്ഷെ അന്നേരം ഇപ്പോൾ പറയും, ആ പൈസ നീ വാങ്ങിക്കാൻ പാടില്ല. എന്തുകൊണ്ട് എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടോ ഇപ്പം എന്നോട് എന്താ വാങ്ങണ്ടെന്ന് പറയുന്നത്? വാങ്ങണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ ആവശ്യം എനിക്കില്ല, നിനക്ക് എത്രയാ വേണ്ടത് ഞാൻ തീരുമാനിക്കും. ഉപ്പ ബിസിനസ്സുകാരനായിരുന്നു. ഏത് മേഖലയിലുണ്ടായിരുന്നു? ഹോട്ടൽ ഫീൽഡാണ്, ബോംബെയിലായിരുന്നു ബിസിനസ്. എന്തായിരുന്നു ഹോട്ടലിന്റെ പേര് ഓർമ്മയുണ്ടോ? എവർഗ്രീൻ, ന്യൂ എവർഗ്രീൻ, ഗ്രീൻ. എല്ലാം ബോംബെ തന്നെ. ബോംബെ പോക്കുണ്ടോ ഇടയ്ക്കിടയ്ക്ക്? ബോംബെ തന്നെയാണോ ഉണ്ടായിരുന്നത്? ആ സമയത്ത് വെക്കേഷൻ, ഓരോ വെക്കേഷൻ, അതായത് 10 ദിവസം ലീവിന് പോലും ബോംബെയിലുണ്ടാവുക. ഈ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ ഫസ്റ്റ് ചെയ്ത വർക്ക് ഏതാണ്? ഫസ്റ്റ് ചെയ്തത് ഫുഡിൻ്റെ തന്നെയാണ്. ഏതാണ് ഫുഡ്? അത് പുലരി റെസ്റ്റോറൻ്റ് ആണ് ആദ്യം ചെയ്യുന്നത്. അതെങ്ങനെയാണ് അത് ചെയ്യാനുള്ള ഒരു തോന്നൽ മനസ്സിലുണ്ടായിരുന്നു? ഞാൻ ഭയങ്കര ഫുഡിയാണ്. അത് മാത്രമല്ല, എനിക്ക് സാമ്പാറും ചോറും എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവർക്കും ബിരിയാണി എല്ലാം ഇഷ്ടമാണ്, പക്ഷെ എനിക്ക് സാമ്പാറും ചോറും ആ കൂട്ടും ഇഷ്ടമല്ലാണ്ടില്ല. പക്ഷെ എനിക്ക് ഈ സാമ്പാറും ചോറും ബിരിയാണിയും വെച്ചാൽ ഞാൻ സാമ്പാറും ചോറും എടുക്കും. എന്നിട്ട് പുലരി പോയിട്ട് നല്ല സാമ്പാറും ചോറും നല്ല ഫിഷ് ഫ്രൈ എല്ലാം. അത് ഞാൻ തന്നെയായിരുന്നു എടുത്തത്. ആ സമയത്ത് എന്ന് പറഞ്ഞാൽ കുറച്ച് അത് ജസ്റ്റ് ഒന്ന് എടുത്തതാ. പിന്നെ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിലുള്ള വോയിസ് ഓവറെല്ലാം കേട്ടതിനെ തന്നെ ആൾക്കാർ വിചാരിക്കും ഇവൾ തന്നെയാണോ പറഞ്ഞതെന്നുള്ളത്. പക്ഷെ അന്നേരം എങ്ങനെയാ എന്നുള്ളത്, എഡിറ്റിംഗ് എങ്ങനെയാ, ഇതെങ്ങനെ എടുക്കേണ്ട ഒന്നും അറിയില്ല. ജസ്റ്റ് ഒരു എടുത്ത്
ഇതാക്കി ഇത് ഇത്രത്തോളം ഫെയിം ആവുമെന്നൊന്നും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. പിന്നെ ഒരു ജിറോ ക്യാബിൻ്റെ ഒരു വീഡിയോ എടുത്തപ്പോഴാണ് ജസ്റ്റ് ആൾക്കാർ അറിഞ്ഞത്. അതുവരെ ചെയ്തിട്ടുണ്ടെങ്കിലും അത്ര റിസൾട്ട് എനിക്ക് ഉണ്ടായിട്ടില്ല. ആ ഒരു വീഡിയോ ഫുള്ളായിട്ട് ഏതാണ് ഫേമസ് ആയ വീഡിയോ ഏതാണെന്ന് പറഞ്ഞത്? ജിറോ ക്യാബിൻ്റെ ഒരു വീഡിയോ. എന്താണ് സാധനം? അത് ഒരു ഓട്ടോൻ്റെ ഒരു നമ്മൾ ഊബറെല്ലാം പോലെ ജിറോ ക്യാബ് എന്ന് പറഞ്ഞ ഒരു ആപ്പ്. അതിനെക്കുറിച്ച് അത് വെച്ചിട്ട് സാധനം ചെയ്യും. അതാണ് എനിക്ക് ശരിക്കും ഫേമസ് ആവാനുള്ള കാരണം. അത് എത്ര മനുഷ്യരിലേക്ക് അത് എത്തി? അത് ഏകദേശം 8 ലാഖോളം എത്തിയിട്ടുണ്ടായിരുന്നു. അത് എൻ്റെ ചാനലിലല്ല എത്തിയത്, ഫേസ്ബുക്കിൽ കണ്ണൂർ വ്യൂസ് എന്ന് പറഞ്ഞ ഒരു ചാനലിലാണ് എത്തിയത്. പക്ഷെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, എനിക്കത്ര വ്യൂസ് വന്നിട്ടില്ല. പക്ഷെ ഇതിലെ കൂടി എൻ്റെ ഫേസ് റെക്കഗ്നൈസ് ചെയ്ത് ആളുകൾ അറിയാൻ തുടങ്ങി. എപ്പോഴാണ് ഈ റഫ്സീനെ ആളുകൾ തിരിച്ചറിയാൻ തുടങ്ങിയത്? ആ എപ്പിസോഡ് വന്നതിന് ശേഷം? അത് വന്നതിന് ശേഷമാണ്. ഓക്കെ. ഷാഫി ഫസ്റ്റ് ചെയ്തിരുന്നത് എന്താണ്? ബിസിനസ് എന്താണ് ചെയ്തിരുന്നത്? ഞാൻ ആദ്യം സെയിൽസ്മാൻ ആയിരുന്നു. പിന്നെ എവിടെയാണ് ജോലി ചെയ്തിരുന്നത്? ഇവിടെ ABC എംപോറിയലാണ് ചെയ്തത്, മദനിയുടെ കൂടെ. മദനിയും ഒരു ഇൻഫ്ലുവൻസർ ആണല്ലോ. മദനി ശരിക്കും നല്ലൊരു പ്രഭാഷകനാണല്ലോ. അതെ. മദനി സ്വാധീനം ചെലുത്തിയിട്ടുണ്ടോ ജീവിതത്തിൽ? മദനിക കൂടുതൽ കണ്ണൂർ ഉണ്ടാവാറില്ല, ഇപ്പോൾ ഗൾഫിലാണ് കൂടുതൽ. പിന്നെ അവിടുത്തെ ജാബിർ സാർ എന്ന് പറഞ്ഞാൽ അവർ നല്ല സപ്പോർട്ടിങ് ആയിരുന്നു. അവരെ വീഡിയോ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് സെയിൽസ്മാൻ്റെ പണിക്ക് ശേഷം അതിനു മുമ്പ് ഞാൻ പിന്നെ ഇവന്റ് മാനേജ്മെന്റ് ഫീൽഡിൽ ഉണ്ടായിരുന്നു. അതാണ് ഫസ്റ്റ് എന്നുള്ള ഇവന്റ് മാനേജ്മെന്റ് ഫീൽഡിൽ ഉണ്ടായിരുന്നു. പിന്നെ ഇതിലേക്ക് വന്നു. എപ്പോഴാണ് ഇതിലേക്ക് വരാനുള്ള ഒരു സാഹചര്യം ഒരുങ്ങുന്നത്? എങ്ങനെയാണ് സാഹചര്യം? എനിക്ക് പണ്ട് തൊട്ടേ ഒരു ഫെയിം ആവണം എന്നുള്ള ആഗ്രഹം ഉള്ളിലുണ്ടായിരുന്നു. പ്രശസ്തി ആഗ്രഹിച്ചു. ഒരു സിനിമയിൽ അഭിനയിക്കും. നിങ്ങൾ സിനിമയിൽ അഭിനയിക്കണം ആഗ്രഹിച്ചിട്ടുണ്ടോ? ഇല്ല. എനിക്ക് സിനിമയിൽ അഭിനയിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു, പണ്ടേ ഉണ്ടായിരുന്നു. അപ്പോൾ ചെറിയ ഡയലോഗ്സ് എല്ലാം ഇങ്ങനെ കണ്ണാടിന്റെ മുമ്പ് നിന്നൊക്കെ അഭിനയിച്ചു. മമ്മൂട്ടി തന്നെയാണ്. യെസ്. ഏതൊക്കെ സിനിമയിലെ രംഗങ്ങളാ പറഞ്ഞുകൊണ്ടിരുന്നത്? ഇപ്പൊ സാമ്രാജ്യം, അങ്ങനെയുള്ള കുറച്ച് സീൻസ് എല്ലാം ഉണ്ടല്ലോ, അതൊക്കെ പറയാറുണ്ട്. ബിഗ് ബി എല്ലാം ഓർമ്മയുണ്ടല്ലേ? ഒരു ഫിലിം അഭിനയിച്ചിട്ടുണ്ടായിരുന്നു, മേഹു മൂസ എന്നുള്ള. പിന്നെ സുരേഷ് ഗോപിയുടെ ഒരു പടം ഉണ്ടായിരുന്നു. അതിലൊരു പാകിസ്ഥാൻ പട്ടാളക്കാരനായിട്ടുള്ള ഒരു ചെറിയൊരു വേഷം, ഒരു കടലിന് ബോട്ടിൽ വരുന്ന ഒരു സീന്. ചെറിയ ഷോട്ടാണെങ്കിലും ഒരു ഫേസ് കാണിക്കാൻ പറ്റിയ ചെറിയൊരു രംഗത്തിൽ. അതെ. പിന്നെ ചെറിയ ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചിട്ടുണ്ട്, തമിഴ്. ഈ സെയിൽസ്മാന്റെ പണി എപ്പോഴാണ് വിട്ടത്? സെയിൽസ്മാന്റെ പണി ഏകദേശം ഞാനിപ്പോ 8 മാസമായി വിട്ടിട്ട്. 8-9 മാസം ഫുൾ ടൈം ഇതിനകത്തേക്ക് ഇറങ്ങി. ഇപ്പൊ ഇതിലേക്ക് ഇറങ്ങി. ഇതൊരു ഉപജീവന മാർഗമായി മാറി. യെസ്. അല്ലേ? അതിന്റെ കൂടെ ചെറിയൊരു റിയൽ എസ്റ്റേറ്റിന്റെ ഒരു അതുകൊണ്ട് അതിന്റെ കൂടെ. യെസ്, നമുക്ക് തിരിച്ചു വരാം. വിഷ്ണു, അപ്പൊ +2 കഴിഞ്ഞു, ഇതിങ്ങനെ ചെയ്തു തുടങ്ങി. എപ്പോഴാണ് ഇത് പൊതുസമൂഹത്തിലേക്ക് ഇത് റീച്ച് ചെയ്യാൻ തുടങ്ങിയത്? എപ്പോഴാണ്? 2022ഓളം. അത്രയും 18 സ്റ്റാർട്ട് ചെയ്താൽ 22-ൽ നമ്മൾ സ്ട്രീറ്റ് പോർട്രേറ്റ് ഫോട്ടോഗ്രാഫി സ്റ്റാർട്ട് ചെയ്ത്. അതായത് സ്ട്രേഞ്ചേഴ്സിന്റെ ഫോട്ടോ എടുക്കുക. അത് ഇപ്പം നമുക്കറിയാത്ത ആൾക്കാർ. ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പം നമ്മൾ റോഡിലൂടെ നടന്നു പോകുമ്പോൾ ആരെങ്കിലും ഒരാൾ ഓപ്പോസിറ്റ് വരുന്നത്, അപ്പോൾ ഞാൻ അവരോട് ചോദിക്കുന്നത് ഫോട്ടോ എടുത്തോട്ടെ. ആദ്യം എന്ന് വെച്ചാൽ കേരളത്തിൽ ആരും ചെയ്തിരുന്നില്ല. ഫസ്റ്റ് ആദ്യമായിട്ട് ഈ സ്ട്രീറ്റ് ഫോട്ടോ എടുക്കുന്ന താങ്കളാണ്. സ്ട്രീറ്റ് ഫോട്ടോ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ട്രീറ്റിൻ്റെ എടുക്കുന്ന ആൾക്കാരുണ്ട്, പക്ഷേ സ്ട്രേഞ്ചേഴ്സിൻ്റെ, അതായത് മനുഷ്യൻ്റെ ഫോട്ടോ എടുത്തിട്ട് റീലാക്കി ഇടുന്നത് വേറെ ആരും ചെയ്തിരുന്നില്ല. അതേപോലെ തന്നെ ഇന്ത്യയിൽ ഫസ്റ്റ് പ്ലേ ബട്ടൺ കിട്ടിയതും എനിക്കാണ്. എന്താണ് ഈ പ്ലേ ബട്ടൺ? യൂട്യൂബിന്റെ 100K, അതായത് 1 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ നമുക്ക് കിട്ടുന്ന അംഗീകാരം. അല്ലെങ്കിൽ പ്ലേ ബട്ടൺ കിട്ടിയാൽ എന്തെല്ലാം നിങ്ങൾക്ക് അതുകൊണ്ട് ബെനിഫിറ്റ്? പ്ലേ ബട്ടൺ കിട്ടിയാൽ നമുക്ക് പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഒന്നുമില്ല, ചുമരുമ്പോൾ തൂക്കാന്നുള്ള ഇത് മാത്രമേ ഉള്ളൂ. വരുമാനം നമുക്ക് വ്യൂവേഴ്സ് അനുസരിച്ചിട്ടാണ്. പക്ഷേങ്കിൽ നമ്മൾ വിചാരിക്കും 1 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. സത്യം പറഞ്ഞാൽ ആ സബ്സ്ക്രൈബേഴ്സിൻ്റെ പകുതി എമൗണ്ട് പോലും നമുക്ക് യൂട്യൂബിൽ നിന്ന് റവന്യൂ ആയിട്ടില്ല. നമുക്ക് ഈ മെയിൻ റവന്യൂ വരുന്നത് ഇൻസ്റ്റാഗ്രാം ത്രൂ ആണ്, പ്രൊമോഷൻ ത്രൂ മാത്രം. അല്ലാണ്ട് വേറെ വരുമാനം ആ സമയത്ത് കിട്ടിയിരുന്നില്ല. അതിലൂടെ നമുക്ക് ആൾക്കാർ ഫോട്ടോസ് എടുക്കുന്ന, എഡിറ്റ് ചെയ്യുന്നത്, അത് നമുക്ക് സന്തോഷം തരുന്ന കാര്യമാണ്. ആ സമയത്ത് കൊറോണ കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസമാണ് ഞാൻ പോയിട്ട് ക്യാമറ വാങ്ങിച്ചത് വ്ളോഗ് ചെയ്ത്. നമുക്ക് ഫ്രണ്ട്സിൻ്റെ കൂടെ ഇരുന്ന് വ്ളോഗ് ചെയ്യുമ്പോൾ അല്ല ഇതുപോലെ പോഡ്കാസ്റ്റ്, നമ്മളിങ്ങനെ ചുറ്റും ഇരുന്ന് പോഡ്കാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ ഹാപ്പിനെസ് ആണ് കൂടുതലും. അപ്പോൾ ഇങ്ങനെ ഫോട്ടോസ് എടുത്ത് തുടങ്ങി. ആൾക്കാർ അറിയുമ്പം ഇപ്പം ഒരു ടൗണിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇത് ആ ആളല്ലേ. എൻ്റെ പേര് വിഷ്ണു എന്ന് പറഞ്ഞാൽ ആർക്കും അറിയില്ല. വാണ്ടറിങ് സ്റ്റോറി എന്നാണ് പേജിന്റെ പേര്. സ്റ്റോറി എങ്ങനെയാണ് ആ പേര് വരാൻ കാരണം? അതായത് ഞാൻ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരാളാണ് വാണ്ടറിങ്. ഫുള്ള് ട്രാവലും കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾ കാണുന്നത് എൻ്റെ കഥയാണ്.
വാണ്ടറിങ് അല്ലെങ്കിൽ തിരിഞ്ഞ് നടക്കുന്ന ഒരാളെ കഥ. അപ്പോൾ അങ്ങനെയാണ് പേരിടാൻ തോന്നിയത്. വാണ്ടറിങ് സ്റ്റോറി എന്നിട്ട് 2022-2023 കാലഘട്ടത്തിൽ അത്യാവശ്യം നല്ല റീച്ചായി, ആളുകളിലേക്ക് എത്തി. അത്യാവശ്യം നല്ല ഞാൻ വിചാരിച്ച പോലെ ഫെയിമും കിട്ടി. പക്ഷെ ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് ഒരു ദിവസം തന്നെ 10,000-20,000 ഫോളോവേഴ്സ് ഇങ്ങനെ കയറിക്കൊണ്ടിരുന്നത്. എൻ്റെ ലൈഫിലെന്ന് വെച്ചാൽ നമ്മൾ അത്രയും എഫേർട്ട് ഇട്ടിട്ടാണ് കയറുന്നത്. അപ്പോൾ കുറേ മെസ്സേജ്, ഒന്നാണ് എൻ്റെ കിളി പോയത് സത്യം പറഞ്ഞാൽ. ഡെയിലി മെസ്സേജ്, ബ്രോ എൻ്റെ ഫോട്ടോ എടുക്കും, അത് എടുക്കും, ഇത് എടുക്കും. ഞാൻ പ്രതീക്ഷിക്കാത്ത കാര്യം, ഇത്രയും മെസ്സേജും 2 ദിവസം കൊണ്ട് 1 ലക്ഷമുള്ള ഫോളോവേഴ്സ് 2 ലക്ഷം ആവുന്നു. അതൊന്നും അത്രയും കാര്യങ്ങൾ ഞാൻ പ്രതീക്ഷിച്ചില്ല, ഇത്രയും റീച്ച് ആവുന്നുള്ളത്. അതേപോലെ യൂട്യൂബിലായാലും പ്ലേ ബട്ടൺ കിട്ടുന്നു. പിന്നെ ഇങ്ങോട്ടേക്ക് ഒന്നും ചിന്തിക്കേണ്ടി വന്നില്ല. ഇത് തന്നെയാണ് എൻ്റെ ഫീൽഡ്. ഞാൻ എല്ലാ ജോബും ജീവിക്കാനുള്ള പണം കിട്ടുന്നുണ്ടോ? ഉറപ്പായിട്ടും സുഖമായിട്ട്. ഇന്നൊരു ഗവൺമെന്റ് ജോബ് പറയാൻ പറ്റൂല. ഗവൺമെന്റ് ജോബിനേക്കാളും ടാക്സ് ഞാൻ ഇപ്പൊ ഇന്നലെയാണ് ITR ഫയൽ ചെയ്ത്. അല്ല, IT അതുകൊണ്ട് പൈസ പറയുന്നതിന് കുഴപ്പമുണ്ടോ? കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കൃത്യമായിട്ട് അക്കൗണ്ട് ത്രൂ ആണ് പണം വരുന്നത്. ഇത് വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത്തരം വരുമാനങ്ങൾ കൃത്യമായി ഗവൺമെന്റ് നിരീക്ഷിക്കുന്ന ഒരു വരുമാനമാണ്. ഇപ്പൊ എൻ്റെ ഒരു സുഹൃത്ത്, ഒരു മാധ്യമ പ്രവർത്തകൻ, സ്വന്തമായിട്ട് തിരുവനന്തപുരത്ത്, അയാൾ ഏഷ്യാനെറ്റിലെ വലിയ പോസ്റ്റ് ഇടുന്നതാണ്. എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്, 10-25 വർഷമായിട്ട് എൻ്റെ സുഹൃത്താണ്. അദ്ദേഹത്തിന് ഇപ്പോൾ മാസം ഒരു 5 ലക്ഷം റുപ്യയെല്ലാം കിട്ടുന്നുണ്ട്. ഇടയ്ക്ക് പണം കൂടുമ്പോൾ ഇവർ വന്ന് ചോദിക്കും. അപ്പോൾ പറയുന്നതിന് കുഴപ്പമില്ലല്ലോ. ഒരു 25 ലക്ഷം കിട്ടുന്നുണ്ടോ മാസം? അത്രയൊന്നും കിട്ടൂല, സത്യം പറയുള്ളൂ. ഇല്ല, നമുക്കത് ഡിപ്പെൻഡ് ആണ്. ഓണം വിഷു സമയത്ത് കൂടുതൽ പ്രൊമോഷൻ ഉണ്ടാകുമ്പോൾ കൂടുതൽ പേയ്മെന്റ് കിട്ടും. ആ രീതിയിൽ ഹാപ്പിയാണ്. അതിരുകളില്ലാത്ത ലോകത്ത് അടിച്ചു പൊളിച്ച് ജീവിക്കാൻ പറ്റുന്നു, അല്ലെ? സമയം നിങ്ങൾ തീരുമാനിക്കുന്നു, പണം നിങ്ങൾ അധ്വാനിക്കുന്നതനുസരിച്ച് പണം വരുന്നു, അല്ലെ? നമുക്ക് റഫ്സീനയിലേക്ക് വീണ്ടും പോകണം. കാരണം വനിതകൾ ഈ രംഗത്ത് കൂടുതൽ മുന്നേറുന്ന ഒരു കാലമാണ്. റഫ്സീന, നമ്മൾ ഈ പറയുന്ന നിങ്ങൾ പ്രചോദകരാണ്, നിങ്ങൾ മനുഷ്യരിൽ സ്വാധീനം ചെലുത്തുന്നവരാണ്. എന്നാൽ ഈ രംഗം വേറൊരു രീതിയിലേക്ക് മനുഷ്യരെ ശരിയല്ലാത്ത ചില വഴികളിലൂടെ സഞ്ചരിക്കാൻ എന്ന് പറഞ്ഞാൽ നമുക്കൊരു സദാചാരം ഉണ്ട് മലയാളികൾക്ക്, അല്ലെങ്കിൽ ലോകത്തെ മനുഷ്യർ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ജീവിക്കുന്നത് ചില ബഹുമാനങ്ങളൊക്കെ കൊടുത്തിട്ടാണ്, അല്ലേ? മനുഷ്യർ തമ്മിൽ ബഹുമാനിക്കുന്നു, പ്രായമുള്ളവരെ ബഹുമാനിക്കുന്നു. ഈ കൾച്ചറിനെ എല്ലാം തകർത്തെറിയാൻ പറ്റുന്ന രീതിയിലേക്കുള്ള ഈ സോഷ്യൽ മീഡിയയുടെ കടന്നുകയറ്റത്തെക്കുറിച്ച് എപ്പോഴും റഫ്സീൻ ആലോചന. ഈ പറയുന്ന സോഷ്യൽ മീഡിയ നൽകുന്ന ചില സന്ദേശങ്ങൾ നമ്മുടെ ഒരു സ്വസ്ഥതയ്ക്ക് എപ്പോഴെങ്കിലും തകരാറ് സംഭവിക്കും എന്ന് തോന്നിയിട്ടുണ്ടോ? തീർച്ചയായും തോന്നിയിട്ടുണ്ട്. കാരണം വെച്ചാൽ സോഷ്യൽ മീഡിയ നെഗറ്റീവും ഉണ്ട്, പോസിറ്റീവും ഉണ്ട്. നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ പണ്ട് നമ്മൾ ഒന്ന് അടിച്ചു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കും അടിച്ചത്. പക്ഷെ ഇന്നത്തെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ അടിച്ചു കഴിഞ്ഞാൽ തിരിച്ചിങ്ങോട്ടേക്ക് ചോദിക്കുന്നത് മാത്രമല്ല, അവരെ തന്നെ ഹാം ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് ശരിക്കും നമുക്ക് അത് ശരിക്കും സോഷ്യൽ മീഡിയ കണ്ടിട്ട് തന്നെയാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ അതെല്ലാം കാണുമ്പോൾ നമുക്കൊരു ഈ കാലത്തിൻ്റെ പോക്ക് എങ്ങോട്ടാണെന്ന് ചില സമയത്ത് തോന്നിപ്പോയിട്ടുണ്ട്. അതിപ്പോൾ യങ്സ്റ്റേഴ്സ്, ഇപ്പോൾ ഗേൾസ് തന്നെ ഗേൾസ്, പണ്ടത്തെ ഗേൾസ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്സായിട്ടുള്ള കളിയും ഫ്രണ്ട്സായിട്ടുള്ള ഒരുമിച്ചിട്ട് പോക്കും കാര്യങ്ങളെല്ലാം എന്ന് പറഞ്ഞാൽ പണ്ട് വീട്ടിൽ നിന്ന് തന്നെ റെസ്ട്രിക്റ്റഡ് ആയിരിക്കും അങ്ങനെ പക്ഷേ ഇപ്പം എന്ന് പറഞ്ഞാൽ ഓണം സെലിബ്രേഷൻ എന്ന് പറഞ്ഞാൽ പല രീതിയിൽ, അതായത് സ്കൂളിൽ വേറെ ഓണം സെലിബ്രേഷൻ, ഇവർ പുറത്തുനിന്ന് വേറെ ഓണം സെലിബ്രേഷൻ, അതെല്ലാം പക്ഷെ ചോദ്യം ചെയ്യുമ്പോൾ അവർക്ക് ദേഷ്യം പിടിക്കുക. കാരണം വെച്ചാൽ ഇപ്പം എല്ലാവരും ചെയ്യുന്നുണ്ട്, കാണുന്നില്ലേ, സോഷ്യൽ മീഡിയയിൽ കാണുന്നില്ലേ ഓരോരോ ആൾക്കാർ. അപ്പോൾ കാരണം എനിക്കത് കൂടുതൽ പറയാമെങ്കില്ല, ഞാനും ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ്. പക്ഷെ ഞാൻ എൻ്റെ പ്രവൃത്തി കൊണ്ട് അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ലെങ്കിലും ബാക്കിയുള്ള ഒരുപാട് ആൾക്കാരുണ്ട് അങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ നോർത്തിലെല്ലാം പോയി കഴിഞ്ഞാൽ അങ്ങനെയാണ്. അപ്പോൾ അവരുടെ ഡ്രസ്സിങ് സ്റ്റൈലും അത് പണ്ടത്തെ കേരളത്തിലുള്ള ഡ്രസ്സിങ് സ്റ്റൈലല്ല, ഇപ്പം മൊത്തം മാറി. പണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫുള്ള് മറച്ചിട്ടുള്ള ഇതാണെങ്കിലും ഇപ്പം ഓപ്പൺ ആണ്, ഇപ്പൊ ചോദ്യം ചെയ്യുന്നില്ല. ഇപ്പൊ വസ്ത്രധാരണത്തെ കുറിച്ചൊന്നും ആർക്കും അങ്ങനെ അഭിപ്രായം ഈ തൊപ്പിയെ പോലുള്ളവരുടെ അവരൊക്കെ സമൂഹത്തിന് നൽകുന്ന സന്ദേശം എന്താ, നിങ്ങളുടെ നിരീക്ഷണം? കാരണം അവർ ആ തൊപ്പിയൊക്കെ കാണാൻ വേണ്ടി ചെറിയ മക്കളാണ് കൂടി വരുന്നത്. ഭയങ്കര എൻ്റെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. പറയുന്നതിൽ തെറിയല്ലേ? അതെ, സ്റ്റാർട്ടിങ്ങിൽ അങ്ങനെ ആയിരുന്നു. പിന്നെ അത് ഒരു ഇന്റർവ്യൂവിൽ തന്നെ തൊപ്പി എല്ലാ കാര്യങ്ങളും ഹിസ്റ്ററി പറയുന്നുണ്ട്, എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ ആയത്. അത് വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി, ആ ഒരു പ്രശ്നത്തിൽ നിന്നാണല്ലോ തൊപ്പി ഇതിലോട്ടേക്ക് രൂപം കൊള്ളുന്നത്. അതിന്ന് സോഷ്യൽ മീഡിയ ത്രൂ തൊപ്പിക്ക് മനസ്സിലായി ഇത് തെറ്റാണ്. അപ്പം ഇതിന്ന് ഇപ്പം നോക്കുവാണെങ്കിൽ ഒരുപാട് പോസിറ്റീവായി തൊപ്പി. ഇപ്പോൾ പണ്ടത്തെ പോലെ അല്ല. കഴിഞ്ഞ ദിവസം തന്നെ അയാൾ കാറിൽ നിന്ന് ഇറങ്ങുമ്പോഴൊക്കെ ഭയങ്കര തെറി പറയുന്ന രംഗങ്ങൾ വീണ്ടും വന്നിട്ട്. പക്ഷെ അത് ഇത് ചെയ്തിട്ടല്ലേ അത്, അതായത് നമ്മൾ പൊതുവെ പറയും ചൊറിഞ്ഞെല്ലാം ഞാൻ പിടിച്ച് മാന്തെന്ന് പറഞ്ഞ പോലെ ചൊറിയാൻ നിന്നത് കൊണ്ടാണ് ചൊറിയുന്നത് കേൾക്കുന്നില്ല.
കൗണ്ടറേ കേൾക്കുന്നുള്ളൂ. അതാണ്. അപ്പൊ അത് മാത്രമേ അപ്പൊ ആ തൊപ്പിന്റെ നെഗറ്റീവ് മാത്രമേ കാണിച്ചിരുന്നുള്ളൂ. അതിന് പോസിറ്റീവ് ഉണ്ട്. ഇത് തൊപ്പി കുറെ ചാരിറ്റിയും കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ അത് ആരും എടുത്ത് പറയുന്നില്ല. പക്ഷെ ഇത് എന്തെങ്കിലും ഒരു തെറി പറഞ്ഞാൽ തൊപ്പി ഇങ്ങനെയാണ്, ഇതാണ് സമൂഹത്തിന് കൊടുക്കുന്ന ഒരു അഡ്വൈസ്, ഇതാണ് എന്നാണ് പറഞ്ഞു കൊടുക്കുന്നത്. പക്ഷെ അതിൻ്റെ ബാക്കിൽ ഒരുപാട് പോസിറ്റീവ് ചെയ്യുന്നുണ്ട്. അത് ഒരിക്കലും ഒരാൾ പറയില്ല. പിന്നെ തൊപ്പിനെ നമ്മൾ നെഗറ്റീവ് പറഞ്ഞതിനെ കൊണ്ട് നമുക്ക് ഫേമസ് ആകാൻ പറ്റും എന്നുള്ള കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെറുതെ അങ്ങോട്ടേക്ക് പോയി ചൊറിഞ്ഞ് അതായത് മാന്തിയിട്ട് പൊട്ടിക്കുക എന്നുള്ള പറഞ്ഞ പോലത്തെ അവസ്ഥയാണ്. അപ്പോൾ തൊപ്പിയുടെ ആരാധികയാണോ താങ്കളും? ആരാധിക എന്നല്ല, പക്ഷെ എനിക്കിഷ്ടം. അനുകൂലിക്കുന്നില്ല. ബട്ട് തൊപ്പിന്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഇതിലെന്ന് പറഞ്ഞാൽ ഒരുപാട് മെച്ചൂരിറ്റി ലെവൽ വന്നിട്ടുണ്ട്. അപ്പോൾ തൊപ്പി അങ്ങനെ ആവാനുള്ള സാഹചര്യം ഏതൊരു ആൾക്കാർക്കും അത് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ഇങ്ങനെ എല്ലാവരും കൂടി ഒറ്റപ്പെടുത്തി ആ ഒരു ഒരു കരുത്ത് നേടിയ ഒരു ചെറുപ്പക്കാരൻ. അപ്പൊ അവൻ ആദ്യം പറഞ്ഞ വാക്കുകളും അതിനെയെല്ലാം നമ്മൾ ആ ലെവലിലാണ് കാണേണ്ടത്. അവൻ രൂപപ്പെട്ട സാഹചര്യമാണ് അവനെ അങ്ങനെ എത്തിച്ചത്. അങ്ങനെയാണ് ഈ ഫുഡ് ബ്ലോഗിംഗ് അല്ലേ നിങ്ങൾ പ്രധാനമായിട്ട് ഫുഡ് ബ്ലോഗിംഗ് തന്നെയാണോ കൂടുതലായിട്ട് ചെയ്യുന്നത്? അല്ല, ഇപ്പൊ ഓൾമോസ്റ്റ് എല്ലാ പ്രൊമോഷൻ വീഡിയോ നമ്മൾ ഈ ഫുഡ് ബ്ലോഗർ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധാരണ മനുഷ്യർ ഈ ഫുഡ് ചെയ്യുന്നത് കണ്ടിട്ട് ഭയങ്കര രസമായിരിക്കും. അതിനകത്ത് കാണുമ്പോൾ ഭയങ്കര ഭംഗിയായിരിക്കും. നിങ്ങൾ പറയുന്നത് കേട്ടിട്ട് ഒരാളവിടെ ഭക്ഷണം കഴിക്കാൻ പോയാൽ അയാൾക്ക് ആ ഫീൽ അവിടെ നിന്ന് കിട്ടാത്ത കുറേ സംഭവങ്ങളുണ്ട്. പെട്ടും എന്ന് പറയുന്ന ഒരവസ്ഥ. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചില ഹോട്ടലുകളിൽ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാവില്ല. പിന്നെ നമുക്കൊരു വേറെ കുക്കായിരിക്കും ഫുഡ് വെച്ചിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം അത് വേറെ ആൾക്കാർ ഇത് കണ്ടിട്ട് പോകുന്നവർ കഴിക്കുമ്പോൾ അവിടെ ഉണ്ടാക്കുന്ന കുക്ക് വേറെ ആയിരിക്കാം. അപ്പോൾ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞ സംഭവം അവിടെ ഇല്ലാണ്ടാവുമ്പോഴാണ് ഈ സംഭവങ്ങൾ പറയുന്നത്. നിങ്ങൾ ഒരു ചോദ്യമുണ്ട്, ചില സ്ഥലത്തുള്ള ഹോട്ടലിൽ ഈ വ്ളോഗേഴ്സ് പോയി ഭക്ഷണം കഴിച്ചിട്ട് ചെയ്തിട്ടുള്ള ഇഷ്യൂസൊക്കെ നമ്മൾ കണ്ടിരുന്നു, പൈസ കൊടുക്കാത്ത സംഭവമൊക്കെ. നിങ്ങളൊക്കെ പൈസ കൊടുത്തിട്ടാണോ ഭക്ഷണം കഴിച്ച് വ്ളോഗ് ചെയ്യുന്നത്? ഡെഫിനറ്റ്ലി നമ്മൾ സ്റ്റാർട്ടിംഗ് ഒക്കെ ഈ ഫുഡ് ഫീൽഡിലേക്ക് വരുമ്പോൾ ഏകദേശം ഒരു 1.5 വർഷത്തോളം നമ്മൾ ഫുഡിന് ക്യാഷ് കൊടുത്തിട്ട് തന്നെയാണ് ഈ ഫീൽഡിൽ നമ്മൾ പിടിച്ചുന്നത്. പിന്നീട് ഇങ്ങോട്ടേക്ക് പ്രൊമോഷൻ എന്നുള്ള രീതിയിൽ നമ്മളോട് ചെയ്യാൻ വേണ്ടി പറയുമ്പോൾ ഫ്രീ ഫുഡാണ്. അല്ല, ഫ്രീ ഫുഡ് എന്നല്ല, നമ്മൾ പ്രൊമോഷൻ എന്നുള്ള രീതിയിൽ. അങ്ങനെ നമുക്ക് ഫുഡ് എന്ന് പറയുന്ന സാധനം അങ്ങനെ വെറുതെ കഴിച്ചുകൊണ്ടിരിക്കേണ്ട സാധനമല്ലല്ലോ. അപ്പോൾ അതാണ് കറക്റ്റ് അറിയേണ്ടത്. കാരണം ഒരു സ്ഥലത്ത് ഒരു വ്ളോഗറെ തടഞ്ഞു വെക്കുന്ന രംഗമെല്ലാം നമ്മൾ കണ്ടിരുന്നു. പക്ഷേ അല്ല, അതുണ്ടാവാറുണ്ട്, ഇല്ലാതെ പറയുന്നില്ല. കാരണം വെച്ചാൽ അത് ഇപ്പോൾ വരുന്നവർ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഫ്രീ ഫുഡ് കിട്ടണം എന്നുള്ള രീതിയിൽ ചെയ്യുന്നവരുണ്ട് വ്ളോഗേഴ്സിൽ തന്നെ, ഇല്ലാന്ന് പറയുന്നില്ല. നമ്മളൊക്കെ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ തന്നെ പേയ്മെൻറ്റ് കൊടുത്ത് അവിടുത്തെ ഫുഡ് എങ്ങനെയെന്ന് ടേസ്റ്റ് നോക്കിയിട്ടാണ് നമ്മൾ പിന്നെ വിലയിരുത്തൽ. ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു വ്ളോഗർ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഫ്രീ ഫുഡ് വേണം ചെയ്യണമെങ്കിൽ. അപ്പോൾ അത് വ്യത്യാസം ഉണ്ടാവും. ഒറ്റയടിക്ക് നമുക്ക് ആളാവാം എന്നുള്ള രീതിയിൽ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും സംഭവിക്കുക, നടക്കൂല. അതാണ് സംഭവിക്കുന്നത്. നമ്മളിപ്പോ എന്ത് കാര്യത്തിൽ ഫെയിമായി വരുമ്പോഴാണ് നമ്മൾ പണം തേടി എത്താം. ഫെയിം എപ്പോഴും നമ്മൾ പണം തേടി എത്തും. ഷുവർ, യെസ്. ഫെയിം എന്ന് പറഞ്ഞ സംഭവം നമ്മളെ പണം ആകർഷിക്കും. എനർജിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫെയിം എന്ന് പറയുന്നത്. അങ്ങനെയല്ല, ഫേമസ് ഈ അട്രാക്ഷൻ മണിയിൽ വരുന്ന ഒരു സംഭവമാണ് ഫെയിം. അതായത് നമ്മളെ മണി എനർജി, ഒരു എനർജിയാണ്. നമ്മളെ ആകർഷിക്കണമെങ്കിൽ നമ്മൾ ഓൾറെഡി ഫേമസ് ആയേക്കാൾ ഇപ്പൊ ചിന്തിച്ചാൽ മതി. ഒരാളെ ഇപ്പൊ ഇനോഗ്രേഷൻ വിളിക്കുന്നു, ഫേമസ് ആയ ആൾക്കാരെ വിളിക്കുള്ളൂ. നിങ്ങൾ ഇനോഗ്രേഷൻ പോകാറുണ്ടോ? ഡെഫിനറ്റ്ലി പോയിട്ടുണ്ട്. വിഷ്ണു, എങ്ങനെയാണ് ഈ സ്ട്രീറ്റ് ചലഞ്ച് എങ്ങനെയൊക്കെയാണ് അത് ചെയ്യുന്നത്? അതൊന്ന് പറയൂ. വീഡിയോ കാണുന്ന ആളുകൾ ഒത്തിരി അവർക്കതറിയാം, അത് കാണാത്ത കൂടാനുകൂടി മനുഷ്യർ പുറത്തുണ്ട്. താങ്കളുടെ വീഡിയോ കാണാത്ത മനുഷ്യരുണ്ട്, അവരോട് സംവദിക്കുമ്പോൾ എങ്ങനെയാണ് അതെല്ലാം ചെയ്യുന്നത്? നമ്മൾ ആദ്യം ഞാൻ പറഞ്ഞ പോലെ സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫി സ്റ്റാർട്ട് ചെയ്ത് അതൊരു ട്രെൻഡായിരുന്നു. അപ്പോൾ നമുക്ക് എങ്ങനെയായാലും നമ്മൾ സന്തോഷത്തും കൊണ്ടാണ് ചെയ്തു തുടങ്ങിയത്. പിന്നെ ആൾക്കാർ മെസ്സേജ് ചോദിക്കാൻ തുടങ്ങി, ബ്രോ ഇന്ന സ്ഥലത്ത് വന്ന് നമ്മൾ ഫോട്ടോസ് എടുക്കും. പിന്നെ അതൊരു ശല്യമായി മാറുമെന്നുള്ള അവസ്ഥ വന്നപ്പോൾ പിന്നെ മാനസികമായ പ്രശ്നം വരും. ഇപ്പം ഞാൻ ഒരാളെ ഫോട്ടോ എടുക്കുമ്പോൾ അവർ വേണ്ടാന്ന് പറയുമ്പോൾ, മുഖത്തടിച്ച പോലെ പറയുമ്പോൾ നമുക്കത് ഇൻസൾട്ട് ചെയ്യുന്ന പോലെ ഉണ്ടാവും. അപ്പോൾ അത് ഞാൻ നല്ല ഡൗൺ ചെയ്ത് പുതിയൊരു പേജ് തന്നെ സ്റ്റാർട്ട് ചെയ്ത്, ഹേ കണ്ണൂർ എന്ന് പറഞ്ഞിട്ട്. അതിൽ നമ്മൾ ചലഞ്ച്, അതായത് ഫുഡ് ചലഞ്ച്, അങ്ങനെ ഓരോ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ മറ്റേത് സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫി ആയിരുന്നു, ഇവിടെ സ്ട്രീറ്റ് ചലഞ്ചായിട്ട് സ്റ്റാർട്ട് ചെയ്ത്. കണ്ണൂർ ജില്ലയിൽ തന്നെ ആരും ഇന്നേ വരെ ആ ഒരു സംഭവം ചെയ്തില്ല. അത് ഒരു 1 മന്ത് കൊണ്ട് തന്നെ 1 ലക്ഷം, ഇപ്പോൾ ഒരു 9 മാസം കൊണ്ട് 5 ലക്ഷം ഫോളോവേഴ്സായി. അതായത് ഒരു ട്രെൻഡായിരുന്നു. ഹേ കണ്ണൂർ എന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്ത്
ഇന്നേ വരെ ഒരു പേജ് അങ്ങനെ ആരും തുടങ്ങിയില്ല. അപ്പോൾ നമ്മൾ തുടങ്ങിയതിന് ശേഷം കുറേ ആൾക്കാർ ഹേ വെച്ചിട്ട് ഹേ കൊച്ചി, ഹേ മലപ്പുറം, എൻ്റെ ഒരു ഡ്രീമായിരുന്നു 14 ജില്ലയിൽ 14 ഇതേപോലെ പേജ് സ്റ്റാർട്ട് ചെയ്യണം. ഇഷ്ടംപോലെ അവര് പേര് മാറ്റിയാൽ കുഴപ്പമില്ല, എല്ലാവരും ഹേ വെച്ചിട്ട് HEY. പിന്നെ നമുക്ക് മടുക്കാൻ തുടങ്ങി. പക്ഷേ ഇപ്പം ചലഞ്ച് അടിപൊളിയായിട്ട് മുന്നോട്ട് പോകുന്നു. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം ചെയ്യുമ്പോൾ, ഇപ്പം ഷാഫിക്ക് നേരത്തെ പറഞ്ഞ പോലെ അട്രാക്ഷൻ അല്ല, നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം ചെയ്യുമ്പോൾ എങ്ങനെയായാലും നമുക്ക് പൈസ വന്നുകൊണ്ടിരിക്കും. സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് ചലഞ്ചായിട്ട് ചെയ്ത് ആ സമയത്ത് നമ്മളത് ഇതേപോലെ പറയുക, കുറേ ആൾക്കാർ വിളിച്ചിട്ട് ഒരു പ്രൊമോഷൻ ചെയ്ത് തരുമെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെ പേയ്മെൻറ്റ് പറയുമ്പോൾ ആയാലും ആദ്യം ഇത്രയല്ലേ ഉള്ളൂ, എന്താണ് ഇത്ര പേയ്മെൻറ്റ് എന്ന്. നമുക്കത് നമ്മൾ ഇഷ്ടത്തോടെ ചെയ്യുമ്പോൾ പേയ്മെൻറ്റ് നമുക്ക് നമ്മളെ ഇഷ്ടത്തിന് പറയുള്ളൂ. അതൊന്നുണ്ട്, നമ്മളെ പേജിൽ നമ്മൾ ഇപ്പം സാറ് നേരത്തെ പേയ്മെൻറ്റിൻ്റെ ചോദിച്ചില്ലേ, നമുക്ക് ഒരിക്കലും ഒരു മാസം നമുക്ക് ഇത്ര കിട്ടുമെന്ന് പറയാൻ പറ്റില്ല. നാളെ എനിക്ക് പ്രൊമോഷൻ ഇല്ലെങ്കിൽ ഞാൻ നാളെ വേറെ എന്തെങ്കിലും ജോലി നോക്കേണ്ടി വരും, അല്ലെങ്കിൽ ഇതന്നെ യൂട്യൂബിൽ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടി വരും. ഇൻസ്റ്റാഗ്രാമിലാവുമ്പോൾ നമുക്ക് ഒരാളെ ഡിപ്പെൻഡ് ചെയ്തിട്ടോ, ചില സമയത്ത് ഇപ്പം എല്ലാവരും ഈ ഇൻഫ്ലുവൻസേഴ്സ് അല്ലെ ക്രിയേറ്റേഴ്സ് ഹാപ്പിയാണെന്ന് ഒരിക്കലും പറയില്ല. ഏറ്റവും കൂടുതൽ പ്രഷർ ഉണ്ടാകുന്ന ജോലി ഇതന്നെ. നമുക്ക് ഈ സീസൺ ടൈം, ഓണം വിഷു ടൈമിൽ കുറേ അധികം പ്രൊമോഷൻസ് വരും. ഞാൻ തന്നെ ഇപ്പോൾ ഒരു 5-6 പ്രൊമോഷൻ നമുക്ക് എടുക്കാൻ പറ്റിയില്ല. ഒരു ദിവസം എടുക്കുന്നതിന് നമുക്ക് ലിമിറ്റ് ഉണ്ട്. എത്ര മണിക്കൂർ വർക്ക് ചെയ്യും ഒരു ദിവസം? 24 hours വർക്കിംഗ്. അങ്ങനെയും വേറെ എല്ലാ ആളും 9 to 5 ജോബ് ആയിരിക്കും. നമുക്ക് അങ്ങനെയല്ല. ഞാൻ 2 മണി ഒരിക്കലും അല്ല. ഞാനിപ്പം സീസൺ ടൈം ആണെങ്കിൽ, ഓണം വിഷു പോലെയുള്ള ടൈം ആണെങ്കിൽ 3 മണി 4 മണി വരെ നിന്ന് എഡിറ്റിങ്ങും പരിപാടി ചെയ്തിട്ടുണ്ട്. രാവിലെ എഴുന്നേറ്റ് ഒരു 9 മണിയാകുമ്പോൾ അടുത്ത ഷൂട്ടിലേക്ക് പോകും. പുറത്തുനിന്ന് കാണുന്ന ആൾക്കാർക്ക് ഈ എഫേർട്ട് ഒരിക്കലും മനസ്സിലാവില്ല. ഇപ്പം 9 to 6 ജോബ്, ഒരു ഗവൺമെൻറ് ജോലിയാണ്. അവർക്ക് അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഫ്രണ്ട്സിൻ്റെ കൂടെ ആയാലും എന്താ വീട്ടുകാരെ പേര് നിൽക്കാം. ഇവിടെ ഒരിക്കലും അത് സംഭവിക്കാൻ പറ്റില്ല. ഞാൻ എൻ്റെ ഈ ഓണത്തിന് വിഷു വീട്ടിൽ നിന്നത് ഉറങ്ങാൻ ഒരു 8 മണിക്കൂർ കിട്ടിയ ഭാഗം ആ ഒരു സമയത്ത് മാത്രമാണ്. ബാക്കി അത്രയും പ്രഷറാണ്. നാളെ അവരെ വീഡിയോ 6 മണിക്ക് അപ്ലോഡ് ചെയ്തില്ലെങ്കിൽ അവിടുന്ന് അവരെ വിളിക്കും. പിറ്റേ ദിവസം രാവിലെ വേറൊരു വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ട. അത്രയധികം മെസ്സേജും കോളും വരും. മൈൻഡ് ഫുള്ള് ഡിസ്റ്റർബ്ഡ് ആയിരിക്കും. അത്രയും വലിയ നമ്മൾ കാണുന്ന പോലെ ഒന്നുമല്ല. നമ്മളിപ്പോൾ എത്ര സന്തോഷിച്ച് വീഡിയോ ഇട്ടാലും അതിൻ്റെ ബാക്കിൽ എത്ര എഫേർട്ട് ഉണ്ട്. നമുക്ക് തന്നെ ഒരു 2-3 സ്റ്റാഫ് ഉണ്ട്. നമ്മൾ ഇവരെ കാര്യം നോക്കണം. അതാർക്കും അറിയാത്തൊരു ലോക. ഈ വീഡിയോ എല്ലാം കാണുമ്പോൾ ഇതിന്റെ പിന്നിൽ അണിയറ പ്രവർത്തകർ, ഈ 3 സ്റ്റാഫിന് എന്തൊക്കെയാണ് ഡ്യൂട്ടി? വീഡിയോ എടുക്കുന്ന ആളുണ്ട്, എഡിറ്റ് ചെയ്യുന്ന ആളുണ്ട്, അതേപോലെ നമ്മൾ വേറെ ഒരു പേജ് സ്റ്റാർട്ട് ചെയ്തിട്ട് 3 പേർക്ക് ജോലി കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 1 lakh പെർ മന്ത് നമ്മൾ സാലറി കൊടുക്കുന്നുണ്ട്. സാലറി പ്ലസ് ട്രാവൽ എക്സ്പെൻസ് ആയിട്ട് കൊടുക്കുന്നുണ്ട്, ചെലവാക്കുന്നുണ്ട്. അപ്പൊ തൊഴിൽ ദാതാവ് കൂടിയാണ്. പക്ഷെ പ്രേക്ഷകർ കാണുമ്പോൾ വേണമെങ്കിൽ ഇങ്ങനെ ഒരു ക്യാമറയും പിടിച്ചിട്ട് എടുത്തു പോകുന്ന ആ ഫീൽ ആയിരിക്കും. ഒറ്റയ്ക്ക് ഈ പണിയെല്ലാം എടുക്കുന്നുണ്ട്, ഇത് വലിയൊരു പണിയല്ല എന്നൊരു തോന്നൽ ആളുകൾക്കുണ്ടോ? ശരിക്കും തീർച്ചയായിട്ടും ഉണ്ട്. എന്താണ് ആളുകളുടെ ആ കാര്യത്തിലുള്ള ആളുകൾ നമ്മൾ 1 മിനിറ്റുള്ള വീഡിയോ കാണുന്നു, അത്രേ കാണുന്നുള്ളൂ. നമ്മൾ ഇതിന്റെ പുറകിലുള്ള എഫേർട്ട് ആയിരിക്കും അറിയില്ല. 1 മിനിറ്റുള്ള വീഡിയോ എഡിറ്റ് ചെയ്യണമെങ്കിൽ 2-3 മണിക്കൂറായിട്ട് ചുരുങ്ങി എടുക്കുന്ന കാര്യം അവർക്ക് അറിയില്ല. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ നമ്മളിത് ഒറ്റയ്ക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം നമുക്ക് കുറച്ച് പൈസ വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഒരാളെ വെച്ച് ചെയ്യാൻ നിൽക്കും. കാരണം നമുക്കിതെല്ലാം ചെയ്യാൻ പറ്റുന്നതല്ലല്ലോ. അപ്പോൾ അവരെ വെച്ച് ചെയ്ത് ഇപ്പം വേറൊരു പേജ് സ്റ്റാർട്ട് ചെയ്ത് അവരൊരാൾ ആങ്കറിനെ വെച്ച് ചെയ്ത് അങ്ങനെ കുറേ അധികം ഇതിൻ്റെ ബാക്കിൽ പ്രോസസ്സ് നടന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെയുണ്ട്. ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ നിലനിൽക്കണമെങ്കിൽ അണിയറ പ്രവർത്തനങ്ങൾ വേറെയുണ്ട് അല്ലേ? നമുക്ക് ഷാഫിയോടൊന്ന് ചോദിക്കാം. ഷാഫി, ശരിക്ക് വ്ളോഗിങ് എന്ന് പറഞ്ഞാൽ അതൊരു ഹോബിയാണോ തൊഴിലാണോ? ശരിക്കും ഇപ്പോൾ ഒരു പാഷനായി മാറി. ശരിക്ക് ഈ ഇതിലൂടെ ഈ ഫേമസ് ആകുക എന്ന് പറഞ്ഞാൽ ഈ സെക്കൻഡുകളിലെ വീഡിയോ കൊണ്ട് ചിലപ്പം ഈ ഒരു മണിക്കൂർ അല്ലെങ്കിൽ 1/2 മണിക്കൂർ, പണ്ടൊക്കെ നമ്മളൊരു സീരിയൽ കാണുക 1/2 മണിക്കൂർ 1 മണിക്കൂർ, ഒരു സിനിമ കാണുക, ഒരു സിനിമ 2 മണിക്കൂർ കണ്ടാലാണ് നമുക്ക് ഒരു പ്രേക്ഷകന് മനസ്സിനൊരു സുഖം കിട്ടുക. ഒരു സീരിയൽ 1/2 മണിക്കൂർ സീരിയൽ കണ്ടാലാണ് മനസ്സിനൊരു സുഖം കിട്ടുക. പക്ഷെ ഇന്ന് പ്രേക്ഷകർക്ക് അത് സെക്കൻഡുകളിലേക്ക് മാറിയിരിക്കുന്നു. അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ കൺസിസ്റ്റൻസിയാണ്. അതായത് നമുക്കറിയാം, മുമ്പ് കാലത്തൊക്കെ നമ്മൾ പരസ്പരം അറിയുന്നത് ചിലത് പല കളികളും, അതായത് ക്രിക്കറ്റ് കളി അല്ല ഫുട്ബോൾ കളി, ഇങ്ങനെയുള്ള കളിക്കുമ്പോൾ ആയിരിക്കും കൂടെ അപ്പുറപ്പോൾ ഉള്ള ആളെ അറിയാൻ പറ്റുന്നത്. പക്ഷേ പിന്നീട് അത് ചില ചാനലുകളും ഇതുപോലെ വരാൻ തുടങ്ങിയ മുതൽ ആൾക്കാരെ, ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ മമ്മൂട്ടി, മോഹൻലാൽ, ഇതൊക്കെ സിനിമയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സംഭവമല്ല. വല്ലപ്പോഴും ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെയാണ് അവര് ഫെയിമായി. അതെ, പണ്ടൊക്കെ അങ്ങനെയാണ് അറിഞ്ഞിരുന്നത്. പക്ഷെ ഇന്ന് പിന്നെ സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം ഡെയിലിയാണ് ആൾക്കാർ നമ്മൾ മുഖം കാണുന്നത്. മുമ്പ് അങ്ങനെയല്ല. നോട്ട് ദ പോയിന്റ്. അതായത്
ഇന്ന് ഡെയിലി നമ്മൾ ഫേസ്ബുക്കിൽ വഴിയോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം വഴിയോ നമ്മൾ ഡെയിലി നമ്മൾ ഫേസ് എന്ത് ചെയ്യുന്നുണ്ട്, എക്സ്പ്രഷൻ ചെയ്യുന്നുണ്ട്, ആൾക്കാരിലേക്ക് എത്തിക്കുന്നുണ്ട്. അപ്പോൾ അതിലൂടെ നമ്മൾ ഓട്ടോമാറ്റിക്കലി ആൾക്കാരുടെ ഇടയിലേക്ക് നമ്മൾ എത്തിപ്പെടുന്നത്. അതാണ് കൺസിസ്റ്റൻസി ഞാൻ ഫസ്റ്റ് പറഞ്ഞത്. ഓക്കെ, ഇപ്പോൾ ഇതിന് മുമ്പ് ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഒരു മീറ്റിങ്ങിൽ ഒരാൾ പറഞ്ഞു, നിങ്ങൾ ഈ 1 മിനിറ്റ് വീഡിയോ കൊണ്ട് ഇങ്ങനെ ഫേമസ് ആയി, നമ്മൾ ഇത്രയും കാലം ഈ ഫീൽഡിലുണ്ടായിട്ട് നമ്മൾ ഇത്ര ഫേമസ് ആയിട്ടില്ല. തൊപ്പിയെ പോലത്തെ ആൾക്കാരെ കാണുന്നില്ലേ, അവനക്ക് എത്ര പെട്ടെന്ന് ഫേമസ് ആയത്. പക്ഷെ തൊപ്പിയും അവിടെ ചെയ്യുന്നത് എന്താ, കൺസിസ്റ്റൻസി ആയിട്ട് അവൻ്റെ വീഡിയോ, അവൻ്റെ ഫേസ് ജനങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്, നിരന്തരമായിട്ട് എത്തിക്കുകയാണ്. അത് മാത്രമല്ല, അവൻ്റെ ഫാൻസിൻ്റെ വീഡിയോ, അവൻ്റെ ഓരോ കട്ടൗട്ടുള്ള വീഡിയോ എടുത്തിട്ട് വീണ്ടും പ്രൊമോട്ട് ചെയ്യാണ്. അപ്പോൾ ഇതിലാരാ ഫേമസ് ആണെന്ന് ശരിക്കും തൊപ്പിയാണ്. അതുകൊണ്ട് തന്നെയാണ് അവിടെ ഇരിക്കുകയാണ്. അതെ, ഇപ്പോൾ നമ്മളൊരു ഫിലിം ഇറങ്ങുമ്പോൾ ആ ഒരു വ്യക്തിനെ ആ ഫിലിം കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞാൽ പിന്നെ അവന് ഓർമ്മയില്ല. പിന്നീട് അടുത്തൊരു ഫിലിം വരുമ്പോഴായിരിക്കും നമ്മൾ ഓർക്കുന്നുണ്ടാവുക. അതുപോലെ കൺസിസ്റ്റൻസി ആയിട്ട് ഒരിക്കലും ഒരാൾക്ക് ഒരു മൂവി ചെയ്യാൻ പറ്റില്ല. അതിനെ മറികടന്നുകൊണ്ടാണ് ഇന്ന് സോഷ്യൽ മീഡിയ രംഗത്തെത്തിയിട്ടുള്ളത്. കാരണം നാടോടുമ്പോൾ നടുവേ ഓടണം എന്ന് പറയുന്ന ഒരു ചൊല്ലുണ്ടല്ലോ, ആ ലെവലിൽ ഇപ്പോൾ ചിന്തിച്ചാൽ മതി. മോഹൻലാൽ ഇപ്പോൾ ബിഗ് ബോസിന്റെ ഓരോ കണ്ടന്റ് വീഡിയോ ആണ് നമുക്ക് ഡെയിലി കാണുന്നത്, ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് എല്ലാവരും സോഷ്യൽ മീഡിയയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. ഇന്ന് സിനിമാ താരം ഉൾപ്പെടെ ഇറങ്ങിക്കഴിഞ്ഞു. ഒരു ചോദ്യം, ഈ പണ്ട് ഈ നമ്മളൊക്കെ മുസ്ലിം സമുദായത്തിൽ ഫോട്ടോ എടുക്കുന്നത് ഹറാമായിരുന്നു, വീഡിയോ എടുക്കുന്നത് ഹറാമായിരുന്നു, സിനിമ ഹറാമായിരുന്നു അല്ലേ? ഇങ്ങനെയുള്ള ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്നാണ് അഫ്സീന വന്നിരിക്കുന്നത്. ഇപ്പോൾ ഈ വീഡിയോ എല്ലാം ചെയ്യുമ്പോൾ എന്താണ് പൊതുസമൂഹത്തിൽ നിന്നുള്ള അല്ലെങ്കിൽ ചുറ്റുപാടുള്ള മനുഷ്യരിൽ നിന്നുള്ള ഒരു പ്രതികരണം? ഇല്ല, ഇപ്പോൾ ജനങ്ങൾ മൊത്തം അത് സ്വീകരിച്ചില്ല. കാരണം വെച്ചാൽ പണ്ടത്തെ ഉസ്താദുമാരെല്ലാം ഇതിപ്പോൾ പറഞ്ഞ പോലെ ഫോട്ടോ എടുക്കാൻ പാടില്ല, അതല്ല, ഇപ്പോൾ യൂട്യൂബിലാണ് കൂടുതലുള്ളത്. അപ്പോൾ ക്ലാസ്സും ഇപ്പോൾ വയല് കാര്യങ്ങളെല്ലാം പറയുന്നത് യൂട്യൂബിലെ കൂടിയാണ്. ഫോട്ടോ എടുത്താൽ, സിനിമ കണ്ടാൽ എല്ലാം നരകത്തിൽ പോകും. വീഡിയോ എടുത്താൽ നിക്കാഹ് പോലും വീഡിയോ എടുക്കാൻ സമ്മതിക്കില്ലായിരുന്നു. ഇല്ല, നമ്മൾ അതായത് പ്രൊഹിബിറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യുമ്പോഴാണ് നമുക്കതൊരു ഇത് പ്രൊഹിബിറ്റഡ് അല്ല എന്നാണ്. അല്ല, നമുക്കത് ചെയ്യാം. അങ്ങനല്ല, മതത്തിൽ പേടിയില്ലല്ലേ? അങ്ങനെ പേടിക്കുന്നത് ഒരു ഏറ്റവും നമുക്ക് നമ്മുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയാൻ പറ്റാതെ മതം വരുമ്പോൾ ഒരു ചെറിയ ബേജാർ എപ്പോഴും പ്രൊസീനിൽ കാണുന്നു. അങ്ങനെ ഭയക്കേണ്ട ഒരു സാധനമാണോ? അല്ല, ഒരിക്കലുമില്ല. മതത്തിന്റെ ഇതിൽ എനിക്ക് ഭയവും കാര്യങ്ങളും അങ്ങനെയൊന്നല്ല. പക്ഷെ ഞാൻ പറയുന്ന പറഞ്ഞാൽ പണ്ടത്തേന്ന് പറഞ്ഞാൽ ഫോട്ടോ വെച്ചന മലക്കുകൾ കയറൂല എന്നാണ് നമ്മളെല്ലാം പഠിച്ചത്. പക്ഷെ അത് കൊറോണ ടൈം യൂട്യൂബിലെ കൂടി നമുക്ക് അത് ലൈവായിട്ട് വയലും കാര്യങ്ങളെല്ലാം പറഞ്ഞു. പക്ഷെ അത് നല്ല കാര്യങ്ങൾക്കാണ് യൂസ് ചെയ്തത്. പക്ഷെ അതും ഇപ്പോൾ ആരാണോ ചെയ്യുന്നത് അവർ മരിച്ചതിനെല്ലാം ആ യൂട്യൂബിൽ അത് വന്നുകൊണ്ടിരിക്കും. അപ്പം അതും തെറ്റന്നല്ലേ. പക്ഷെ അത് ആ സമയത്ത് ചോദ്യം ചെയ്തപ്പോൾ അങ്ങനെ ഒരു സംഭവം ഇല്ല എന്നാണ് പിന്നീട് ബോധ്യമായത്. അതുകൊണ്ട് ഇപ്പോൾ ഈ വ്ളോഗിംഗ് കാര്യങ്ങളും ചെയ്യുന്നതിന് വേറെ തടസ്സങ്ങളൊന്നും വരാറില്ല കുടുംബത്തിനോ പൊതുസമൂഹത്തിനോ? ഇല്ല, എൻ്റെ ഫാമിലിന്നില്ല. പക്ഷെ ഫാമിലി എന്ന് പറഞ്ഞാൽ നമ്മള് ഒരുപാട് ആൾക്കാരുണ്ട് ഫാമിലിയിൽ. ഇപ്പൊ എൻ്റെ ഉപ്പ ഉമ്മ അനിയന്മാർ അത് മാത്രമല്ലല്ലോ, അതിലും അനിയത്തിമാർ. അത് കുറച്ച് ഇങ്ങനെ ചെറിയ രീതിയിൽ. ഞാനാ പണ്ടേ നെഗറ്റീവ് കേട്ട് വളർന്നത് കൊണ്ട് അതിൽ വലിയ കാര്യമില്ല. അല്ല, ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഫാഷനാണ് കൂടുതൽ ഇഷ്ടം. പിന്നെ ഉപ്പ ബോംബെയിൽ ബിസിനസ് ആയതുകൊണ്ട് ആ സമയത്ത് ലിപ്സ്റ്റിക്കും കാര്യങ്ങളൊന്നും പണ്ട് ഇവിടുത്തെ ആൾക്കാർ ഇടലില്ല എന്നാണ് എൻ്റെ ഒരു അറിവ്. മേക്കപ്പ് അപ്പോ പിന്നെ ഫസ്റ്റ് അല്ല, ആ സമയത്ത് സ്കൂട്ടി ആ ഭാഗത്ത് മുസ്ലിമില് ഞാനാണ് ഫസ്റ്റ് സ്കൂട്ടി എടുക്കുന്നത്. സണ്ണി എന്നാണ് അന്നേരം കിക്കർ അടിച്ച്. അന്നേരം ഈ സെൽഫ് ഒന്നുമില്ല. അപ്പൊ അന്നേരം വണ്ടി എടുത്തിട്ട് പോകുമ്പോൾ അതാ പെണ്ണ് വണ്ടി എടുത്തിട്ട് പോകുന്നത്. അപ്പൊ അന്നേരം ഉപ്പയാണ് പറയാൻ, നീ പോടാ, ആരെ പഠിക്കാനുള്ള. അന്നേരം എനിക്ക് ലൈസൻസ് പോലും ഉണ്ടായിട്ടില്ല. പോലീസ് ഓടിച്ചപ്പോ അല്ല, പണ്ട് അതിലൊക്കെ ഇനിയിപ്പോ ലൈസൻസ് ഉണ്ട്. ആ സമയത്ത് അങ്ങനെ ഇല്ല. അന്നേരം അത്ര വാഹനങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ലല്ലോ. അപ്പോൾ ആ ടൈം പോലും ഇങ്ങനെ വണ്ടി എടുക്കുന്ന എനിക്കും ഈ ആ സമയത്ത് ഫുൾ ഹെയർ കട്ടും. ഞാൻ അന്നേരം കളർ ചെയ്യുന്നുണ്ട്. ഞാൻ 8th സ്റ്റാൻഡേർഡ് പഠിക്കുമ്പോൾ ഞാനൊരു ഫാഷൻ ഷോയിലാണ് ഫസ്റ്റ് കളർ ചെയ്യുന്നത്, ഹെയർ കളർ. പണ്ട് അതാ ഞാൻ പറഞ്ഞ ഉപ്പാൻ്റെ സപ്പോർട്ടാണ് മെയിൻ. അപ്പോൾ അതിൽ ജനങ്ങൾ പറയുന്നത്, അന്നേരം ഉപ്പ പറയുന്നത് ഇന്ന് നോക്കേണ്ടത് ഞാനാ. ജനങ്ങൾ പറയുന്നത് എനിക്ക് ജനങ്ങളാണോ ചെലവിനേറുന്നത്,
നീ എന്തിനാ ആളെ പഠിക്കുന്നത്, നിന്റെ പേര് ഞാനുണ്ടല്ലോ, നീ മുന്നോട്ട് അപ്പൊ ഒരു കരുത്തായിരുന്നു ശരിക്കും എല്ലാ കാര്യത്തിലും. എല്ലാ കാര്യത്തിലും. അതുകൊണ്ട് പണ്ടേ നെഗറ്റീവ് പറയുന്നെങ്കിലും ഫേസ് ടു ഫേസ് പറയാൻ അന്നേരം ധൈര്യം ആൾക്കാർക്ക് ഉണ്ടായിട്ടില്ല. ഇപ്പൊ ഉണ്ട്, എന്നാലും അന്നേരം ഫേസ് ടു ഫേസ് പറയാനില്ല. കാരണം നീ ആരാടാന്ന് ചോദിക്കുമ്പോ അല്ല എന്താന്ന് ചോദിക്കുമ്പോ അവിടെ പോടാന്ന് പറയാനുള്ള ധൈര്യം എനിക്ക് പോടാ വട്ടി എന്ന് പറയാനുള്ള ധൈര്യം അല്ല, അങ്ങനല്ല. ഞാൻ വണ്ടി എടുത്തിട്ട് പോകുമ്പോ പല നെഗറ്റീവ് കമന്റ്സും കേൾക്കാറുണ്ട്. നമ്മളെ ഭാഗത്തുള്ള ആൾക്കാർ തന്നെ ഇവളെല്ലാം വീട്ടിലടക്കി. അപ്പൊ ഞാൻ ചോദിക്കും ഇനി ആരാണെന്ന് ചോദിച്ചിട്ട് അങ്ങോട്ടേക്ക് പറയാൻ അന്നേരം കരുത്തുണ്ട്. ഇല്ല പറഞ്ഞിട്ടൊന്നുമില്ല. ഒരു ചോദ്യം, താങ്കൾ ചെറിയ ഇപ്പൊ ഡിഗ്രി ഡിപ്ലോമ കഴിഞ്ഞിട്ട് ഇപ്പൊ എത്ര നാളായി? അത് 2019 എൻ്റെ ഒരു ചോദ്യം, നമുക്കിപ്പോൾ ഒരു തൊഴിൽ, സ്ഥിര വരുമാനം, ജീവിതം, സുരക്ഷിതത്വം എന്നൊക്കെ പറയുന്നൊരു സാധനമുണ്ട്. ജീവിതത്തിൽ സേഫ് ആയിരിക്കും. ഇപ്പോൾ സർക്കാർ ജീവനക്കാരനെ അവനെ പിന്നെ അവൻ ജീവിതത്തിൽ ഒന്നും നോക്കണ്ട. അവൻ മാത്രമല്ല കുടുംബം സുരക്ഷിതമായി, മാതാപിതാക്കളടക്കം ഒരു സംവിധാനത്തിൻ്റെ സുരക്ഷിത വലയത്തിനുള്ളിലാണ്. നിങ്ങളിപ്പോൾ നിൽക്കുന്ന പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് അത്തരത്തിൽ എത്രമാത്രം സേഫാണ് എന്നതാണ് എൻ്റെ ചോദ്യം. ഒരിക്കലും നമുക്ക് പറയാൻ പറ്റൂല സേഫാന്നുള്ള കാര്യം. കാരണം നാളെ ഇതില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും എന്നുള്ളത്. പക്ഷേ ഇപ്പം നമ്മൾ സമ്പാദിച്ചത്, എൻ്റെ ഒരു റീസെൻ്റ്ലി ഫ്രണ്ട് കഴിഞ്ഞ പ്രാവശ്യം GST അടിച്ചത് 60 ലക്ഷമാണ് അവൻ്റെ അക്കൗണ്ട് വന്നത്. അപ്പോൾ അവൻ ബാങ്കിൽ ഇട്ടാൽ തന്നെ അവന് ചെയ്യേണ്ട ബിസിനസ്സും കാര്യങ്ങളും അവന് ചെയ്യാം. അതും ഈ സോഷ്യൽ മീഡിയ വഴി മാത്രം. അവൻ അത്രയും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു ഗവൺമെന്റ് ജോബ് ഞാൻ ഉണ്ടാക്കിയത്. അപ്പം നമ്മള് ശരാശരി എൻ്റെ ഒരു ചോദ്യം, ഈ ഇത്തരം മീഡിയയിൽ നിൽക്കുന്നവർ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്ന വരുമാനം ഇപ്പം ഒരു 3 കോടിയൊക്കെ ഒരു മാസം വാങ്ങുന്ന ആളുണ്ടെന്നൊക്കെ കേട്ടിട്ടുണ്ട്. അതല്ലേ ശരിയാണ്? ഇപ്പം നമ്മൾ തൊപ്പിൻ്റെ കാര്യം സാർ പറഞ്ഞല്ലോ. തൊപ്പി 2 മണിക്കൂർ സ്ട്രീം ചെയ്തിട്ട് 1 ലക്ഷമാണ് വന്നത്. 2 മണിക്കൂർ. അതുകൂടാണ്ട് സ്ട്രീമിംഗ് വഴി വേറെയും. അപ്പം നമ്മൾ പോസിറ്റീവും നെഗറ്റീവും പറയുമ്പം അവരതിൻ്റെ അകത്ത് പൈസ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതൊരു വലിയ കാര്യം തന്നെയാണ്. എന്തോ ആയിക്കോട്ടെ, നെഗറ്റീവ്. വിഷ്ണു ഇപ്പോൾ സേഫ് സോണിലാണല്ലോ? ഞാനിപ്പം സേഫാണ്, മോശമില്ലാതെ. വേറെ ഏതെങ്കിലും മേഖലകളിൽ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടോ? കാരണം നാളത്തേക്ക് ഈ പറയുന്ന പ്ലാറ്റ്ഫോമിന്റെ ഒരു സുരക്ഷിതത്വത്തെ കുറിച്ചുള്ള ആശങ്കകൾ നിലനിൽക്കുമ്പോൾ ഇതെല്ലാ കാലവും നിൽക്കില്ല. അപ്പോൾ ഈ വരുമാനം കൃത്യമായി വിനിയോഗിക്കുന്നുണ്ടോ? പുതിയ പ്ലാറ്റ്ഫോമുകൾ സ്ഥാപിക്കുന്നു? എൻ്റെ പ്രൊഫഷൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കൂടിയാണ്. അതായത് ഒരു സമയത്ത് ഒരു 2 വർഷം മുന്നേ വരെ ഒരു 15ഓളം കമ്പനീൻ്റെ മാർക്കറ്റിംഗ് സൈഡ് ഞാൻ നോക്കിയിട്ടുണ്ടായി. അപ്പോൾ ഒന്നുമില്ലെങ്കിൽ ഇത് നാളെ ഇല്ലാണ്ടെന്നാൽ തന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എനിക്ക് കൊണ്ടുപോകാൻ പറ്റും. എൻ്റെ ഇത്രയും നാളത്തെ എക്സ്പീരിയൻസും അതൊരു കമ്പനിക്ക് വേണ്ടി നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. വിഷ്ണു, ഒരു ചോദ്യം. ഇപ്പോൾ ഇതൊക്കെ നിങ്ങൾ 3 പേരും ചെയ്യുന്നുണ്ടല്ലോ, ഈ പ്രൊഫഷൻ പഠിപ്പിക്കാനുള്ള ഒരു സംവിധാനം നിലവിൽ നാട്ടിലുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. അത് ശരിക്കൊന്നും വന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ പണ്ടേയുള്ള സിലബസാണ് ഇവിടെ +2 വരെ. സ്കൂളിലും +2 വരെ പഠിപ്പിക്കുന്നത്. ഡിഗ്രിക്ക് അവർ സ്വന്തം ഇഷ്ടത്തിനും പല കാര്യങ്ങളും. ശരിക്കും നമ്മൾ പഠിപ്പിക്കേണ്ട കാര്യങ്ങൾ കുറേ ഉണ്ട്. ഒന്ന് റോഡ് സയൻസ്, റോഡിലെ സൈനും കാര്യങ്ങളും, സേഫ്റ്റി, അതുപോലെ ഇതേപോലെ ഇൻഫ്ലുവൻസർ, യൂട്യൂബിൽ എങ്ങനെ വീഡിയോ അപ്ലോഡ് ചെയ്യുക, കാര്യങ്ങളെല്ലാം ഇഷ്ടം പോലെ കാര്യങ്ങൾ പഠിപ്പിച്ച് കഴിഞ്ഞാൽ ഇപ്പം +2 കഴിഞ്ഞാൽ ഇപ്പം ഞാൻ +2 കഴിഞ്ഞ് ഡിപ്ലോമ നിങ്ങൾ സ്വയം പഠിച്ചതാണ്. നമുക്ക് ആ സമയത്ത് ആരുമില്ല. 2018 എന്ന് പറഞ്ഞാൽ ചുരുക്കം ചില വ്ളോഗേഴ്സേ ഉള്ളൂ. അപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് ചെയ്തങ്ങ് പഠിച്ച്. അതേപോലെ ഇപ്പം കുറേ ആൾക്കാർ ചെയ്യുന്നുണ്ട്. ഇതൊരു ജോബായിട്ട് ഇപ്പം ഈ ഒരു GST ഈ ഒരു ഇതിൽ വന്നത് ഗവൺമെൻറ് പോലും ഒരു ഇൻഫ്ലുവൻസർ എന്നുള്ള കാറ്റഗറി കൊണ്ടുവന്നു ഇപ്രാവശ്യം. ഇപ്പം കൊണ്ടുവന്നു ഇൻഫ്ലുവൻസർ. അതായത് അവർ GST അടക്കണം. കാരണം ഇത്രയും നാൾ 4-ലായിരുന്നു കൊണ്ടുവന്നിരുന്നത്. മീൻസ് 4 കാറ്റഗറി ഉണ്ട് GST അടക്കേണ്ടത്, ITR ഫയൽ ചെയ്യേണ്ടത്. അപ്പോൾ അതിൽ 1, 2, 3, 4. ഇപ്പം ഇൻഫ്ലുവൻസർ എന്നൊരു ലിസ്റ്റ് കൊണ്ടുവന്നപ്പോൾ 50%, ബാക്കിയുള്ള പോലെയല്ല, 50% നമ്മൾ ഇൻകം. ഇപ്പോൾ ഒരു 10 ലക്ഷം ഇൻകം വന്നിട്ടുണ്ടെങ്കിൽ 5 ലക്ഷം നമ്മൾ ഇൻകമായിട്ട് കാണിക്കണം. അതായത് നമുക്ക് ഇപ്പം 20 ലക്ഷം അങ്ങനെയാണ് ഉള്ളത്. അതായത് 7 ലക്ഷമാണ് കഴിഞ്ഞ ഇതിൽ വരേണ്ടത്. അപ്പം നമുക്കൊരു ഇൻകം 20 ലക്ഷം വന്ന് ടോട്ടൽ. അതിൻ്റെ 50% എന്ന് പറഞ്ഞാൽ 10 ലക്ഷം. അത് കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും അടക്കേണ്ടി വരും. വേറെ അതാ പറഞ്ഞേ. അപ്പോൾ അങ്ങനെ ഒരു ഇത് ഗവൺമെന്റ് വരെ കൊണ്ടുവന്ന് ഇൻഫ്ലുവൻസർ എന്നുള്ളത്. അപ്പം നമ്മൾ എന്തുകൊണ്ട് ഇത് കുട്ടികളെ പഠിപ്പിക്കുന്നില്ല? നാളെ കുറച്ച് ആൾക്കാർ ഇത് ഒരു +2 പഠിക്കുന്ന ഇത് കഴിഞ്ഞാൽ അവർക്ക് പ്രൊഫഷൻ യൂട്യൂബർ ആണ്, കോണ്ടന്റ് ക്രിയേറ്റർ ആവണമെന്നുണ്ടെങ്കിൽ അവർക്കിതൊരു ഇപ്പം ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ ചില ആൾക്കാർ ചില ഇൻസ്റ്റിറ്റ്യൂട്ട്, ഡിപ്ലോമ ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിപ്പിക്കുന്നുണ്ട്.
കോണ്ടന്റ് ക്രിയേഷനും കാര്യങ്ങളും യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുക, ബേസിക് കാര്യം. അതിന് ഉപരി നമുക്ക് ഒരു കുറച്ച് ഫെയിമായ ആൾക്കാർ ഇതേപോലെ ചെയ്യുന്ന ആൾക്കാരെ വെച്ചിട്ട് കുറച്ച് സ്റ്റുഡൻസിന് വേണമെങ്കിൽ ഫ്യൂച്ചറിൽ വേണമെങ്കിൽ നമുക്ക് ആലോചിക്കാമല്ലോ. അത് അതിന്റെ തുടക്കം നേർരേഖ തന്നെ ആയിക്കോട്ടെ. ഞാൻ പറയുന്നത് നിങ്ങളിപ്പോൾ 3 പേര് ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇപ്പം വിഷ്ണു പറഞ്ഞെടുത്തൊരു പ്രധാനപ്പെട്ട റഫ്സിന ഒരു കാര്യമാണ്, നിങ്ങളിത് സ്വയം പര്യാപ്തം നേടിയതാണ്. അപ്പോൾ നമ്മളൊരു ചെറിയ ട്രെയിനിങ് പുതുതലമുറയ്ക്ക് ഇത് കൊടുത്താൽ ഇൻഫ്ലുവൻസർ എന്ന് പറയുന്ന ഇപ്പം അത് കാറ്റഗറിയിൽ ഒന്ന് GST അടക്കുന്നു എന്നുള്ളൊരു ഒരു ഭയങ്കര സംഭവമല്ലേ, എല്ലാവരും അത് അടക്കേണ്ടി വരുന്നു. അപ്പോൾ അങ്ങനെയെല്ലാം ഒരു സാധ്യത എത്രമാത്രം കാണുന്നുണ്ട് റഫ്സീന? ഇനി വേണ്ടി വരും അല്ല, അത് ഇപ്പോൾ ഒരാൾ ഇഷ്ടമാണ് പിന്നെ ഇതിലേക്ക് കടന്നു വരാന്നുള്ളത്. അല്ല, അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം വേണ്ടേ? നിങ്ങളിപ്പോൾ സ്വയം പഠിച്ചതാണ്. അതെ, എല്ലാവരും ഇത് സ്വയം പഠിക്കുന്നതിനപ്പുറത്തേക്ക് ഇതിനൊരു പ്ലാറ്റ്ഫോം, ഇത് പഠിപ്പിക്കുന്ന ഒരു സിലബസ്, നിങ്ങൾക്കൊരു ഒരു ഇൻസ്റ്റാഗ്രാം എങ്ങനെ കൈകാര്യം ചെയ്യാം, ഫേസ്ബുക്ക് എങ്ങനെ കൈകാര്യം ചെയ്യാം, യൂട്യൂബ് എങ്ങനെ കൈകാര്യം ചെയ്യാം, ഈ സോഷ്യൽ മീഡിയ ഇപ്പൊ കൂടുതൽ സാധനങ്ങൾ വരാൻ പോകും. ആ ഈ എയുടെ കാലഘട്ടത്തിലേക്ക് എന്തും നമുക്ക് ഉണ്ടാക്കാം. ഇപ്പൊ നമ്മൾ ഈ 4 പേര് ഇരിക്കുന്നത് നമ്മളെ ഇതേപോലെ ക്രിയേറ്റ് ചെയ്യാം. ഇതിനേക്കാൾ അപ്പുറമുള്ള കാര്യങ്ങൾ നമ്മളെ കൊണ്ട് പറയിപ്പിക്കാം. ഇപ്പൊ നമ്മൾ പറഞ്ഞ ഈ സാധനം വെച്ചിട്ട് നമുക്ക് വേറെ സാധനം പറയിപ്പിക്കാമല്ലോ. ഇപ്പൊ നമ്മൾ 4 പേര് ഇവിടെ ഇരിക്കുന്ന ഒരു വീഡിയോ കിട്ടിയാൽ നമ്മൾ പറയുന്ന വേറെ കാര്യമാക്കി മാറ്റാലോ. അങ്ങനെ അഡ്വാൻസ്ഡ് ആയ ഒരു കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ ഇതിലൊക്കെ പരിശീലനം കൊടുക്കുന്ന ഒരു സംവിധാനത്തെ കുറിച്ച് ആലോചിക്കണ്ടേ ശരിക്കും, അല്ലേ? എങ്ങനെ അതിനകത്ത് റഫ്സീനക്ക് എന്താ തോന്നുന്നത്? അത് നല്ലൊരു കാര്യമാണ്. പക്ഷേ അതിൽ പിന്നെ നമുക്ക് നമ്മൾ ചെയ്യുന്ന സമയത്ത് നെഗറ്റീവ് അറിയില്ലായിരുന്നു. നമ്മളിങ്ങനെ ജസ്റ്റ് വീഡിയോ ഇടുന്നു, പോസ്റ്റ് ചെയ്യുന്നു. അത് ഇപ്പോൾ ഇങ്ങനെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഫേസ്ബുക്കിൽ ഇപ്പോൾ എങ്ങനെയാണ് പേയ്മെൻറ്റ് വരുന്നത് കാര്യങ്ങൾ നമുക്ക് അറിയുന്നില്ല. പക്ഷെ അതിന് നമ്മളിപ്പോൾ ഒരു കോഴ്സായിട്ട് അല്ലെങ്കിൽ എങ്ങനെയായിട്ട് പഠിപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാം. ഈ ആധുനിക കാലഘട്ടത്തിൽ ഇതിൽ നിന്ന് എങ്ങനെ വരുമാനം ഉണ്ടാക്കാം എന്നൊരു ചോദ്യം, എപ്പോഴാണ് ഇതിനകത്തൊരു പ്രതിസന്ധി നേരിട്ടിട്ടുള്ളത്? ഈ ഫീൽഡിൽ നിൽക്കുമ്പോൾ ജനങ്ങളിൽ നിന്ന് എപ്പോഴെങ്കിലും പ്രതിസന്ധികളും എതിരഭിപ്രായങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടുണ്ടോ? പ്രതിസന്ധി എന്ന് പറഞ്ഞാല് നമ്മളിപ്പം പറയൂലേ, വ്ളോഗേഴ്സിൻ്റെ ഇടയിൽ തന്നെ, എനിക്കല്ല പുള്ളിക്കാരിക്ക് തന്നെ, വ്ളോഗേഴ്സിൻ്റെ ഇടയിൽ തന്നെ നമ്മളിപ്പം കാണുമ്പോൾ നമ്മളിപ്പോൾ എടുത്തിരുന്നുണ്ടാവും. നമ്മളൊരു പ്രശ്നമില്ല, ഒരു എക്സാമ്പിൾ പറയാണ്. പക്ഷേ വ്ളോഗേഴ്സിൻ്റെ ഇടയിൽ തന്നെ പല പ്രശ്നങ്ങളുണ്ടാവും. അവർക്ക് പ്രൊമോഷൻ കൊടുക്കും. സംഘടനയുണ്ട്, ഈ സംഘടനയിൽ ഞാനില്ല. നിങ്ങളുണ്ട്? എന്താ സംഘടനയുടെ പേര്? കണ്ണൂർ ഇൻഫ്ലുവൻസേഴ്സ്. എത്ര മെമ്പേഴ്സ് ഉണ്ട്? ഏകദേശം 36 മെമ്പേഴ്സ് ഇപ്പൊ ആക്റ്റീവിലുണ്ട്. ഇപ്പൊ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് പക്ഷേ അതില് എന്തൊക്കെയാണ് നിങ്ങളുടെ ലക്ഷ്യം? എന്താണ് നിങ്ങൾ അങ്ങനെ സംഘടന ഉണ്ടാക്കുമ്പോൾ ലക്ഷ്യം? അതിലിപ്പോ നമുക്ക് ഭാരവാഹിത്വം എന്താണ് ഭാരവാഹിത്വം? ഞാനൊരു അതില് ഒരു ഭാരവാഹിത്വം ഉണ്ട്. ഭാരവാഹിത്വം ഓർമ്മയില്ല, കുഴപ്പമില്ല. ഓക്കെ. അല്ല, ഭാരവാഹിത്വം എന്റെ വൈഫിനാണ്. എന്താണ് റഫ്സീനയുടെ ഭാരവാഹിത്വം? എന്താ അതിനകത്ത്? ജോയിന്റ് സെക്രട്ടറി. എന്താ നിങ്ങളുടെ ലക്ഷ്യം സംഘടനയുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് അത് തുടങ്ങുന്ന സമയത്ത് ഇങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് നമുക്കിപ്പോൾ ഞാനിപ്പോൾ ഒരു ജ്വല്ലറിയിൽ ആഡ് എനിക്ക് പ്രൊമോഷൻ കിട്ടി. അപ്പോൾ അവരോട് ഞാൻ ചോദിക്കുന്നത്, ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ ചോദിക്കുന്നത്, നമ്മൾ കണ്ണൂർ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ കുറച്ച് ടീമുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ കുറച്ച് ആൾക്കാരെ റെക്കമെൻഡ് ചെയ്യാം. അപ്പോൾ ആ ഒരു സംഭവം, അതായത് നമ്മൾ ബാക്കിയുള്ളവർക്ക് എല്ലാവരും ഒന്നിച്ച് ഒരു മുന്നേറ്റം നടത്താൻ. എന്നാൽ അതല്ലാതെ ഇവർക്ക് ഗ്രൂപ്പായിട്ട് ചെയ്യണമെങ്കിൽ 5 ആൾക്കാർ ഒരുമിച്ച് ചെയ്യണമെങ്കിൽ അങ്ങനെയും നമ്മൾ പ്രൊമോട്ട് ചെയ്യുക. അപ്പോൾ അത് കുറച്ചും കൂടിയുള്ള ആൾക്കാർക്ക് എത്തും. പിന്നെ ഭാവിയിലുള്ള പ്രതിസന്ധി, അതായത് ഭാവിയിൽ ഇതിനെ എതിരായിട്ട് എന്തെങ്കിലും ആക്ഷനോ കാര്യങ്ങളോ വരുമ്പോൾ അത് ഒരു കൂട്ടായ്മ ഉണ്ടെങ്കിൽ നേരിട്ടുള്ള കൂട്ടായ്മ. ഇപ്പൊ പേയ്മെന്റ് കിട്ടിയില്ല, അങ്ങനെയാണെങ്കിൽ അത് ഇപ്പം ഗ്രൂപ്പിൽ ഇങ്ങനെ ഒരു ചർച്ച ഉണ്ട്, പേയ്മെന്റ് കിട്ടിയില്ല. അപ്പൊ ആ ഒരു സംവിധാനം അപ്പൊ അങ്ങനെയാണ് അതിന്റെ ഒരു. അപ്പൊ ഇൻഫ്ലുവൻസേഴ്സിന് സംഘടന വരെ ഉണ്ട്. അല്ലേ? നമ്മുടെ സമയം തീരുകയാണ്. പ്രേക്ഷകരെ, ഇപ്പോൾ സഞ്ചരിച്ച് നമ്മൾ ഇതിലൂടെ യാത്ര ചെയ്ത് നേർരേഖയിൽ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത് വലിയ തൊഴിൽ സാധ്യതയുള്ള ഒരു മേഖലയായി ഇത് വളരുകയാണ്. ഇപ്പം തന്നെ 36 പേർ ഈ സംഘടനയിലുണ്ടെന്നാണ് പറയുന്നത്. ഇപ്പം വിഷ്ണു പറഞ്ഞൊരു കാര്യമുണ്ട്, ഇവരൊക്കെ പിന്നിൽ തൊഴിൽ ചെയ്യുന്ന, ഇവർ ശമ്പളം കൊടുക്കുന്ന ആളാണ് വിഷ്ണു. ഈ പണിയെടുക്കുമ്പോൾ നമ്മൾ വിഷ്ണുവിനെ കാണുന്ന ഈ സോഷ്യൽ മീഡിയ കാണുമ്പോൾ വിഷ്ണു 2-3 പേർക്ക് ഉപജീവന മാർഗം ഒരുക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ വലിയൊരു തൊഴിൽ മേഖലയായി ഇത് മാറുകയാണ്. അപ്പോൾ ഇതിന് എങ്ങനെ ഒരു സിസ്റ്റത്തിൽ ഇത് കൊണ്ടുവരാം എന്ന് ഭരണകർത്താക്കൾ ആലോചിക്കണം. എന്തുകൊണ്ട്, എങ്ങനെ വളർന്നു വരുന്ന തലമുറയ്ക്ക് ഇപ്പം യൂട്യൂബിൽ നിന്ന് എങ്ങനെ പൈസ ഉണ്ടാക്കാം, ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് എങ്ങനെ പൈസ ഉണ്ടാക്കാം, ഫേസ്ബുക്കിൽ നിന്ന് എങ്ങനെ പൈസ ഉണ്ടാക്കാം, ഓൺലൈൻ മേഖലകളിൽ നിന്ന് എങ്ങനെ നമുക്ക് വരുമാനം ഉണ്ടാക്കാമെന്ന് പുതിയ തലമുറയെ പഠിപ്പിച്ച് വിട്ടാൽ
ഒരു ഗുണമുണ്ടാകും. ആധുനിക കാലഘട്ടത്തിൽ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലഘട്ടത്തിൽ എല്ലാം മായ ലോകത്തേക്ക് എത്തുമ്പോൾ അതിലൂടെ ഉപജീവന മാർഗം കണ്ടെത്താനുള്ള വഴികൾ തുറക്കും. അതിന് ഒരു ചിന്തയ്ക്ക് വഴിമരുന്നിടാൻ നേർരേഖയുടെ എപ്പിസോഡ് ഉപകരിക്കട്ടെ എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പങ്കെടുത്ത 3 പേർക്കും നേർരേഖയുടെ നന്ദി, നമസ്കാരം. പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം.